1973 മനുഷ്യൻ മറ്റൊരു ഗ്രഹത്തിൻ്റെ സമീപത്തേക്ക് തൻ്റെ ദൂതനെ അയച്ചപ്പോൾ അതൊരു സാധാരണ മിഷൻ ആയിരുന്നില്ല, മറിച്ച് മനുഷ്യരാശിയുടെ അനന്തമായ അന്വേഷണത്തിൻ്റെ തുടക്കമായിരുന്നു. അതിനുശേഷം 1977 വോയേജർ 1 ഭൂമിയെ വിട്ടുപോയി. നമ്മൾ ആരാണ് എന്ന് ഈ പ്രപഞ്ചത്തോട് പറയുവാൻ ഒരു സന്ദേശവും വഹിച്ചുകൊണ്ട്. ഇന്നും അത് അനന്തമായ അന്തരീക്ഷത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലം കടന്നുപോയെങ്കിലും മനുഷ്യൻ്റെ ജിജ്ഞാസ ഒരിക്കലും അവസാനിച്ചില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പോലുള്ള ടെലസ്കോപ്പുകൾ പ്രപഞ്ചത്തെ പുതിയ കണ്ണുകളിലൂടെ നമുക്ക് കാണിച്ചു തരുവാൻ തുടങ്ങിയത്. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഗാലക്സികളും നെബുലകളും നമുക്ക് മുന്നിൽ തുറന്നു കാട്ടി. അതേസമയം ഗലീലിയോ സ്പേസ് ക്രാഫ്റ്റ് ജൂപ്പിറ്ററിൻ്റെ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നു. കസീനി ഹൈജീൻ ശനിയുടെ വളയങ്ങളിലൂടെ സഞ്ചരിച്ചു അതിൻ്റെ അത്ഭുതകരമായ ലോകം നമ്മെ പരിചയപ്പെടുത്തി. പിന്നെ ന്യൂ ഹൊറൈസോൺ പ്ലൂട്ടോയുടെ ആദ്യ യഥാർത്ഥ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അതിലൊതുങ്ങാതെ പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തുവാൻ ശ്രമിച്ചു. പെർസീവറൻസ് റോവർ മാർസിൻ്റെ ജീവൻ്റെ അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കടന്ന് ഇന്ന് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് നമ്മെ ബില്യൺ കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള പ്രപഞ്ചത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ഇവയെല്ലാം വെറും മിഷനുകൾ മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ധൈര്യവും ബുദ്ധിയും ഒന്നിച്ചു സൃഷ്ടിച്ച അത്ഭുതങ്ങളാണ്. ഭൂമിയിൽ നിന്ന് ആരംഭിച്ച് പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ വരെ എത്തിയ ഒരു അതുല്യമായ യാത്രയാണിത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ആ യാത്രയുടെ ഓരോ ഘട്ടവും അനുഭവിക്കാൻ പോവുകയാണ്. നാളിതുവരെ മെർക്കുറിയെ സമീപിച്ചിട്ടുള്ളത് 2 പേടകങ്ങൾ മാത്രമാണ്. ആദ്യമായി ബുധനെ സന്ദർശിച്ച ബഹിരാകാശ പേടകം മറൈനർ 10 ആണ്. 1973 നവംബർ മാസം 3-ാം തീയതി മെർക്കുറി, വീനസ് എന്നീ 2 ഗ്രഹങ്ങൾക്ക് സമീപത്തൂടെ പറന്നു പോകുന്നതിനു വേണ്ടി നാസ വിക്ഷേപിച്ച അമേരിക്കൻ റോബോട്ടിക് ബഹിരാകാശ പേടകമായിരുന്നു മറൈനർ 10. ഒന്നിലധികം ഗ്രഹങ്ങളുടെ സമീപത്തൂടെ പറന്ന ആദ്യത്തെ ബഹിരാകാശ പേടകമായിരുന്നു ഇത്. കൂടാതെ മറ്റൊരു ഗ്രഹത്തിന്റെ സമീപത്തെത്തുന്നതിനു വേണ്ടി ഒരു ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച ആദ്യത്തെ ദൗത്യം. ബുധന്റെ പരിസ്ഥിതി, അന്തരീക്ഷം, ഉപരിതലം, ശാരീരിക സവിശേഷതകൾ എന്നിവയെക്കുറിച്ചെല്ലാം പഠിക്കുക. ശുക്രനിലും സമാനമായ അന്വേഷണങ്ങൾ നടത്തുക. ഗ്രഹാന്തര മധ്യഭാഗത്ത് ധാരാളം പരീക്ഷണങ്ങൾ നടത്തുക. ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ഇതെല്ലാമായിരുന്നു ഈ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ. 1973 നവംബർ മാസം 3-ാം തീയതി മറൈനർ 10 വഹിച്ചുകൊണ്ട് അറ്റ്ലസ് റോക്കറ്റ് പാർട്ട് SLC-36Bയിൽ നിന്നും പറന്നുയർന്നു. ഭൂമിയിൽ നിന്നും വെളിയിൽ വന്ന ശേഷം മറൈനർ 10ലെ ക്യാമറകൾ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഭൂമിയിൽ നിന്നും നേരെ പോയത് ശുക്രന്റെ സമീപത്തേക്കാണ്. ഭൂമിയിൽ നിന്നും വീനസിലേക്ക് 3 മാസക്കാലത്തെ യാത്ര വേണ്ടി വന്നു. ഈ യാത്രക്കിടയിൽ 1974 ജനുവരി മാസം കോമറ്റ് കോഹൗഡക്കിൽ അൾട്രാസോണിക് നിരീക്ഷണങ്ങൾ നടത്തി. ഫെബ്രുവരി മാസം 5-ാം തീയതി പേടകം ശുക്രന്റെ സമീപത്തുകൂടെ പറന്നുപോയി. 5768 കിലോമീറ്റർ സമീപത്തുകൂടെയാണ് അന്ന് പറന്നുപോയത്. അതോടെ ശുക്രനെ സന്ദർശിക്കുന്ന 12ാമത്തെ ബഹിരാകാശ പേടകവും ഗ്രഹത്തിൽ നിന്നും ഡേറ്റകൾ നിരീക്ഷിക്കുന്ന 8ാമത്തെ ബഹിരാകാശ പേടകവും ശുക്രന്റെ ചിത്രങ്ങൾ ഭൂമിയിലേക്ക് തിരികെ പ്രക്ഷേപണം ചെയ്യുന്നതിൽ വിജയിച്ച ആദ്യത്തെ ദൗത്യവുമായി മാറി മറൈനർ 10. ശുക്രനിൽ നിന്നും ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിച്ച് നേരെ ബുധനിലേക്കാണ് പേടകം പോയത്. പേടകം 3 തവണ ബുധനെ മറികടന്ന് പറന്നു. മാർച്ച് മാസം 29-ാം തീയതി ബുധന്റെ രാത്രി വശത്തു നിന്നും വെറും 703 കിലോമീറ്റർ മാത്രം അകലത്തിലൂടെ കടന്നുപോയി. അങ്ങനെ മനുഷ്യനിർമ്മിതമായൊരു പേടകം ആദ്യമായി ബുധനെ സന്ദർശിച്ചു. പിന്നീട് സൂര്യനെ 1 തവണ വലം വെച്ച ശേഷം സെപ്റ്റംബർ മാസം 21-ാം തീയതി തെക്കൻ അർദ്ധഗോളത്തിന് താഴെ 48,069 കിലോമീറ്റർ ദൂരപരിധിയിലൂടെ പേടകം വീണ്ടും ബുധന് സമീപത്തുകൂടെ പറന്നുപോയി. മൂന്നാമതായി 1975 മാർച്ച് മാസം 16-ാം തീയതി ബുധനിൽ നിന്നും വെറും 327 കിലോമീറ്റർ മാത്രം അകലത്തിലൂടെ പറന്നുപോയി. അവസാനമായി പേടകം പറന്നുപോയത് ബുധന്റെ ഉത്തര ധ്രുവത്തിന്റെ മുകളിലൂടെയായിരുന്നു. ഇതിനുശേഷം പേടകം സൂര്യന്റെ മറ്റൊരു ഭ്രമണപഥത്തിലേക്ക് പോയി. പിന്നീട് ബഹിരാകാശ പേടകത്തിന്റെ ട്രാൻസ്മിറ്ററുകൾ ഓഫ് ചെയ്യപ്പെടുകയും ഭൂമിയുമായുള്ള കണക്ഷൻ അവസാനിക്കുകയും ചെയ്തു. മറൈനർ 10 ഒരുപക്ഷെ ഇപ്പോഴും സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ സൂര്യന്റെ മാരകമായ റേഡിയേഷനും ചൂടുമേറ്റ് മറൈനർ 10ലെ ഉപകരണങ്ങൾക്കെല്ലാം കേട് സംഭവിച്ച് പേടകം നശിച്ചു പോയിട്ടുണ്ടാകും.
മറൈനർ 10 ബുധന്റെ ഉപരിതലത്തിന്റെ ഏകദേശം 45% ചിത്രങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. 1970കളുടെ തുടക്കം. കാലിഫോർണിയയിലെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി. വയറുകൾ, ഇലക്ട്രോണിക്സ്, ആന്റിനകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇതെല്ലാം ഒത്തുചേർന്ന് രൂപം കൊള്ളുന്നത് ഒരു സാധാരണ മെഷീനല്ല. ഭൂമിയിൽ നിന്നും മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും ദൂരത്തിലെത്തിയ ദൂതനാണ്. വോയേജറിൻ്റെ നിർമ്മാണം തുടങ്ങിയത് വളരെ ലളിതമായൊരു ചോദ്യത്തോടു കൂടിയായിരുന്നു. ഇത് 5 വർഷം മാത്രം ജീവിച്ചാൽ മതിയോ? കാരണം വോയേജേഴ്സിനെ വ്യാഴവും ശനിയും വരെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നാസ കരുതിയിരുന്നത്. പക്ഷേ JPL എഞ്ചിനീയർമാർ മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു, ഇതൊരു സാധാരണ ദൗത്യമായിരിക്കില്ല എന്ന്. ഇത് മനുഷ്യൻ്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന യാത്രയായിരിക്കും. അങ്ങനെ അവർ 5 വർഷത്തെ ആയുസ്സിനു വേണ്ടി നിർമ്മിക്കാൻ തുടങ്ങിയ പേടകം 47 വർഷങ്ങൾക്കും ഇപ്പുറം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും മരണമില്ലാത്ത യന്ത്രമാക്കി മാറ്റി. വോയേജർ പേടകം പുറത്തിറങ്ങി നോക്കുമ്പോൾ വലിയൊരു പാത്രത്തെ പോലെയാണ് തോന്നുക. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലോകത്തെ തന്നെ മാറ്റി എഴുതി വയ്ക്കുന്ന ശാസ്ത്രമാണുള്ളത്. വോയേജറിനെ അകലെ നിന്ന് കാണുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വലിയ 3.7 മീറ്ററോളം വീതിയുള്ള വെള്ളപ്പാത്രമാണ്. ഇതിനെ ഹൈ ഗെയിൻ ആന്റിന എന്നാണ് വിളിക്കുന്നത്. ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ജോലി. അതും 23 ബില്യൺ കിലോമീറ്റർ അകലത്തിൽ നിന്ന് പോലും. ഈ ആന്റിനയാണ് വോയേജറിൻ്റെ കണ്ണും വായും. ആന്റിനയുടെ പിന്നിലായി 10 കോണുകളുള്ള ഒരു പ്രധാന ഘടകമുണ്ട്, ബസ് ഹൗസിംഗ്. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം, മെമ്മറി സ്റ്റോറേജ്, ബാറ്ററി ആൻഡ് പവർ കൺട്രോൾസ്, കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ്, തെർമൽ ഹീറ്റിംഗ് സിസ്റ്റം ഇവയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. വോയേജറിൻ്റെ നാഡികളും തലച്ചോറുമെല്ലാം ഈ ഘടകമാണ്. വോയേജറിൻ്റെ ഒരു വശത്ത് ഒരു നീളമുള്ള സയൻറ്റിഫിക് ബൂമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കോസ്മിക് റേ ഡിറ്റക്ടറും മാഗ്നറ്റോമീറ്ററും പ്ലാസ്മ ഡിറ്റക്ടറും ലോ എനർജി ചാർജർ പാർട്ടിക്കിൾ ഇൻസ്ട്രുമെൻസും ഉണ്ട്. ഇവ വോയേജറിനെ ഒരു ട്രാവലിംഗ് ലബോറട്ടറി ആക്കി മാറ്റുന്നു. അടുത്തത് വോയേജറിൻ്റെ ഹൃദയമാണ്. ബാഹ്യ സൂര്യപ്രകാശം വളരെ കുറവായ സ്ഥലങ്ങളിലും പ്രവർത്തിപ്പിക്കുന്ന വളരെയേറെ ശക്തി നൽകുന്ന ഉറവിടം. റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന RTG. പ്ലൂട്ടോണിയം 238 ഡീക്കേ ചെയ്തുണ്ടാക്കുന്ന ചൂട് വൈദ്യുതിയാക്കി മാറ്റുന്നു. ഇതാണ് വോയേജറിനെ ഇന്നും ജീവിക്കാൻ കാരണമായിട്ടുള്ള ശക്തി. ഇവയെ കൂടാതെ വോയേജറിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ സന്ദേശം, ഭൂമിയിലെ ശബ്ദങ്ങൾ, നമ്മുടെ സംഗീതം ഇവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്വർണ്ണ റെക്കോർഡുണ്ട്. ഇതൊരു ശാസ്ത്രീയ ഉപകരണമല്ല, മറ്റന്യഗ്രഹ ജീവികൾക്ക് കണ്ടെത്താനുള്ള മനുഷ്യരുടെ സിഗ്നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ് ആണ്. വോയേജർ ഒരു സാധാരണ ബഹിരാകാശ പേടകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് പറക്കുന്ന ഒരു ശാസ്ത്രീയ ലബോറട്ടറി കൂടിയാണ്. ഇതിൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് മുൻപൊരിക്കലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത ഗ്രഹങ്ങളുടെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുന്ന ഉപകരണങ്ങളാണ്. വോയേജറിനുള്ളിൽ മൊത്തമായി 9 പ്രധാന ശാസ്ത്രീയ ഉപകരണങ്ങളാണുള്ളത്. നമ്മൾ ഇന്ന് ഗൂഗിളിൽ കാണുന്ന വ്യാഴത്തിൻ്റെ ഗ്രേറ്റ് ഡെഡ് സ്പോട്ട്, ശനിയുടെ വളയങ്ങളുടെ അത്ഭുത ചിത്രങ്ങൾ, നെപ്റ്റ്യൂണിൻ്റെ കൊടുങ്കാറ്റുകൾ ഇതെല്ലാം വോയേജറിൻ്റെ കണ്ണായ ഇമേജിംഗ് സയൻസ് സിസ്റ്റം എന്ന ISS പകർത്തിയതാണ്. ISS 2 ക്യാമറകളാണ് ഉൾക്കൊള്ളുന്നത്, നാരോ ആംഗിൾ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ. ഓരോ ചിത്രവും ഭൂമിയിലെത്തിക്കുവാൻ മണിക്കൂറുകൾ എടുത്തിരുന്നു എങ്കിലും ഓരോ ഫ്രെയിമും മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത്ഭുതം പകരുന്നവയായിരുന്നു. അടുത്തത് ഇൻഫ്രാറെഡ് ഇൻറ്റർഫെറോമീറ്റർ സ്പെക്ട്രോമീറ്റർ എന്ന IRIS ആണ്. ഈ ഉപകരണമാണ് ഗ്രഹങ്ങളുടെ താപനില, അന്തരീക്ഷ ഘടന, മേഘങ്ങളുടെ താപനില വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം അളക്കുന്നത്. വ്യാഴത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ ചുഴലിക്കാറ്റുകൾ, ശനിയുടെ താപനില വ്യതിയാനങ്ങൾ, നെപ്റ്റ്യൂണിൻ്റെ അതിസ്വാഭാവികമായ ചൂട് ഇതെല്ലാം IRIS ഉണ്ടാക്കിയ വെളിപ്പെടുത്തലുകളാണ്. അടുത്തത് ഫോട്ടോ പൊളാരിമീറ്റർ സിസ്റ്റം PPS. ശനിയുടെ വളയങ്ങൾ എങ്ങനെയാണ് ഇത്ര തെളിഞ്ഞു കാണുന്നത്? അവയുടെ തിക്നെസ് എത്രയാണ്? വളയങ്ങളിലെ പൊടിപടലങ്ങൾ എത്രത്തോളമാണ്? ഈ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം അയച്ചു തന്നത് PPS ആണ്. PPS ഉപയോഗിച്ച് വോയേജർ കണ്ടുപിടിച്ചതാണ് ശനിയുടെ വളയങ്ങൾ വെറും വളയം മാത്രമല്ല, ആയിരക്കണക്കിന് ചെറു വളയങ്ങളുടെ കൂട്ടമാണ് എന്ന്. അടുത്തത് അൾട്രാ വയലറ്റ് സ്പെക്ട്രോമീറ്റർ എന്ന UVS. ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുടെ രാസഘടനയും സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് പ്രകാശം അവയെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയുമാണ് UVS അളക്കുന്നത്. വ്യാഴത്തിൻ്റെ ഹൈഡ്രജൻ ഹീലിയം അന്തരീക്ഷം, ശനിയുടെ ടൈറ്റൻ ഉപഗ്രഹത്തിലെ തിക് നൈട്രജൻ അറ്റ്മോസ്ഫിയർ,
അന്നേ വരെ നമുക്കറിയാത്ത ഇവയുടെ രഹസ്യങ്ങളെല്ലാം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയത് ഈ ഉപകരണമാണ്. മാഗ്നെറ്റോമീറ്റർ എന്ന MAG. ഗ്രഹങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡുകൾ എങ്ങനെയാണ്, അവയുടെ ശക്തി എത്ര മാത്രമാണ്, അവയുടെ ദിശ എങ്ങോട്ടാണ്, അവയുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതളന്നത് വോയേജറിൻ്റെ മാഗ്നെറ്റോമീറ്ററാണ്. MAG ആണ് നമ്മെ ആദ്യമായി അറിയിച്ചത് വ്യാഴത്തിന് അമ്പരപ്പിക്കുന്ന ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത് എന്നും ശനിയുടെ മാഗ്നറ്റിക് പോൾസ് ടിൽറ്റഡ് ആണ് എന്നും നെപ്റ്റ്യൂണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വിചിത്രമായ ഓഫ് സെൻറ്റർ ആണ് എന്നുമെല്ലാം. ഇവയെല്ലാം മനുഷ്യശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ച കണ്ടെത്തലുകളായിരുന്നു. അടുത്തത് പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ എന്ന PLS ആണ്. സൗരക്കാറ്റുകൾ എങ്ങനെ ഗ്രഹങ്ങളുമായി ഇടപെടുന്നു, കോസ്മിക് പ്ലാസ്മയുടെ കോമ്പോസിഷൻ എന്താണ്, ഇതൊക്കെ വോയേജർ പഠിച്ച് PLS ഉപയോഗിച്ചാണ്. പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ വോയേജറിനെ ഇന്നുവരെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്നാണ്. കാരണം ഇതിനിയും ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ മെഷർമെൻറ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത് ലോ എനർജി ചാർജർ പാർട്ടിക്കിൾ ഡിറ്റക്ടർ എന്ന LECP ആണ്. LECP ഉപകരണമാണ് വോയേജറിനെ ഗ്രഹങ്ങളുടെ റേഡിയേഷൻ ബെൽറ്റ് മനസ്സിലാക്കുവാൻ സഹായിച്ചത്. വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും അപകടകരമായ റേഡിയേഷൻ സോണിലാണ് ഉള്ളത് എന്നും ശനിയുടെ വളയങ്ങൾ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും യുറാനസും നെപ്റ്റ്യൂണും സാധാരണ എനർജറ്റിക് പാർട്ടിക്കിൾസ് ആണ് എന്നുമെല്ലാം വോയേജറാണ് പറഞ്ഞു തന്നത്. വോയേജറിൻ്റെ ഈ ഡേറ്റകൾ ലഭിച്ചിരുന്നില്ല എങ്കിൽ ഇന്ന് മനുഷ്യന് ഔട്ടർ പ്ലാനറ്റുകളിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് അയക്കുക എന്നത് ബുദ്ധിമുട്ടായേനെ. അടുത്തത് കോസ്മിക് റേ സബ് സിസ്റ്റമാണ്, CRS. വോയേജർ ഇന്നുവരെ ഭൂമിയിലേക്ക് അയക്കുന്ന മിക്ക ഇൻ്റർസ്റ്റെല്ലർ ഡേറ്റകളും ഈ ഉപകരണത്തിൽ നിന്നാണ്. ഗാലക്സിയുടെ പുറത്തുള്ള കണങ്ങൾ, കോസ്മിക് റേ ഇൻറ്റൻസിറ്റി, ഇൻ്റർസ്റ്റെല്ലർ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി. ഈ CRS ആണ് വോയേജർ ഇൻ്റർസ്റ്റെല്ലർ സ്പേസിലേക്ക് പ്രവേശിച്ചു എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ഉപകരണം. അവസാനത്തേത് പ്ലാസ്മ വേവ് സബ് സിസ്റ്റമാണ്, PWS. ഇത് സൗണ്ട് ലൈക്ക് വേവ്സ് ക്യാപ്ചർ ചെയ്യുന്നു. PWS വോയേജറിന് ഒരു പ്രത്യേക കഴിവ് നൽകി. സ്പേസ് ക്യാൻ സിങ് ആൻഡ് വോയേജർ ക്യാൻ ഹിയർ ഇറ്റ്. ഇതിലൂടെ വോയേജർ അറിഞ്ഞത് ഇൻ്റർസ്റ്റെല്ലർ പ്ലാസ്മയുടെ റിയൽ ഡെൻസിറ്റിയാണ്. ഇന്ന് വരെ വോയേജറിൻ്റെ സൗണ്ട് റെക്കോർഡിങ്സ് യൂട്യൂബിൽ ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് PWSൻ്റെ ദാനമാണ്. വോയേജറിൻ്റെ ഓരോ ഉപകരണവും ഒരു കണ്ണാണ്, ഒരു ചെവിയാണ്, ഒരു ശാസ്ത്രീയ ഹൃദയമാണ്. ഈ ഉപകരണങ്ങളാണ് ഭൂമിയിലെ മനുഷ്യർക്ക് കോടാനുകോടി കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രഹങ്ങളുടെ മുഖം ആദ്യമായി കാണിച്ചു തന്നത്. വോയേജറിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗവും, ഓരോ വയറും, ഓരോ ഉപകരണവും മനുഷ്യ ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. 1977 ഓഗസ്റ്റ് മാസം കേപ്പ് കനവറൽ ലോഞ്ച് കോംപ്ലക്സ്. വോയേജറിൻ്റെ ഓരോ വയറും ഓരോ സ്ക്രൂവും ഓരോന്നായി പരിശോധിക്കപ്പെട്ടു. അങ്ങനെ ടൈറ്റൻ IIIE സെൻറ്റുവർ റോക്കറ്റിൽ ആദ്യം വോയേജർ 2-നെയും അതിനുശേഷം വോയേജർ 1-നെയും സ്ഥാപിച്ചു. ഓഗസ്റ്റ് മാസം 20-ാം തീയതി വോയേജർ 2-ഉം സെപ്റ്റംബർ മാസം 5-ാം തീയതി വോയേജർ 1-ഉം വിക്ഷേപിക്കപ്പെട്ടു. ആദ്യം വിക്ഷേപിച്ചത് വോയേജർ 2 ആണെങ്കിലും ചൊവ്വാഗ്രഹത്തിൻ്റെ ഭ്രമണപഥവും ആസ്ട്രോയിഡ് ബെൽറ്റും മറികടന്നത് ഈ രണ്ട് പേടകങ്ങളും ഏകദേശം ഒരുമിച്ചാണ്. പിന്നീട് വ്യാഴത്തിലേക്കുള്ള യാത്രക്കിടയിൽ വോയേജർ 1 വോയേജർ 2-നെ മറികടന്നു. അങ്ങനെ 1977 വിക്ഷേപിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം 1979 ജനുവരി മാസം വോയേജർ 1 ജൂപ്പിറ്ററിൻ്റെ സമീപത്തെത്തി. മാർച്ച് മാസം 5-ാം തീയതി വ്യാഴത്തിൽ നിന്നും വെറും 2,80,000 കിലോമീറ്റർ മാത്രം അകലത്തിലൂടെ കടന്നുപോയി. വ്യാഴത്തിൽ നിന്നും സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ സാറ്റേൺ എന്ന ശനിയുടെ സമീപത്തേക്ക് അവ കുതിച്ചു പാഞ്ഞു. ഒരു വർഷത്തിനു ശേഷം 1980 നവംബർ മാസം 12-ാം തീയതി വോയേജർ 1 ശനിക്ക് സമീപത്തെത്തി. 1981 ഓഗസ്റ്റ് മാസം 25-ാം തീയതി വോയേജർ 2-ഉം സാറ്റേണിൻ്റെ സമീപത്തെത്തി. ഇതുവരെ മുന്നിലും പിന്നിലുമായെങ്കിലും ഒരേ ദിശയിലാണ് 2 പേടകങ്ങളും സഞ്ചരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നിന്നും അവ പരസ്പരം അകലാൻ തുടങ്ങി. വോയേജർ 1 ജൂപ്പിറ്ററിനെയും സാറ്റേണിനെയും കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയ ശേഷം സൗരയൂഥത്തിൻ്റെ പ്ലെയിൻ ഉപേക്ഷിച്ച് വേർപെട്ടുപോയി. എന്നാൽ വോയേജർ 2 തൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനമായ സൗരയൂഥത്തിലെ 3-ാമത്തെ വലിയ ഗ്രഹമായ യുറാനസിന് സമീപത്തേക്ക് ചെന്നു. 1986 ജനുവരി മാസം 24-ാം തീയതി വോയേജർ 2 യുറാനസിൻ്റെ സമീപത്തെത്തി. 3 വർഷക്കാലത്തിന് ശേഷം 1989 ഓഗസ്റ്റ് മാസം 25-ാം തീയതി വോയേജർ 2 നെപ്റ്റ്യൂണിൻ്റെ സമീപത്തെത്തി. ഇനി യാത്ര സൗരയൂഥത്തിൻ്റെ വെളിയിലേക്ക്. ആദ്യം സൗരയൂഥത്തിൻ്റെ അതിർത്തിക്ക് പുറത്തു പോയത്
ശനിഗ്രഹത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ശേഷം സൗരയൂഥത്തിൻ്റെ പ്ലേറ്റിൽ നിന്ന് തന്നെ മാറിപ്പോയ വോയേജർ 1 എന്ന പേടകമാണ്. 2012 ആയപ്പോൾ വോയേജർ 1 എന്ന പേടകം സൗരയൂഥത്തിലെ ഹീലിയോപോസും കടന്ന് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് പ്രവേശിച്ചു. വോയേജർ 1 2012 ഓഗസ്റ്റ് മാസം 25 തീയതി ഹീലിയോസ്ഫിയറിൻ്റെ അതിർത്തിയും കടന്ന് നക്ഷത്രാനന്തര ബഹിരാകാശം അഥവാ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് കടന്നു. ആദ്യമായി ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ എത്തിയതും സൂര്യനിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരത്തിൽ എത്തിയതുമായ മനുഷ്യനിർമ്മിതമായ പേടകമാണ് വോയേജർ 1. ആദ്യമായി വ്യാഴത്തെ വലം വെച്ച ബഹിരാകാശ പേടകം ഗലീലിയോ ആണ്. 1977 കാലഘട്ടങ്ങളിൽ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി ഗലീലിയോ എന്ന ബഹിരാകാശ പേടകത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1989 ഒക്ടോബർ മാസം 18 തീയതി അറ്റ്ലാന്റിസ് എന്ന ബഹിരാകാശ വാഹനത്തിൽ ഇത് വിക്ഷേപിക്കപ്പെട്ടു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും സൂര്യനെ വലം വയ്ക്കുന്ന ഭ്രമണപഥം വികസിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പേടകത്തിന്റെ യാത്ര. ശുക്രന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലത്തിന്റെ സഹായത്തോടെ ഗ്രാവിറ്റി അസിസ്റ്റ് അഥവാ ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട് വഴി ആസ്ട്രോയിഡ് ബെൽറ്റും കടന്ന് വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചു. ഈ സഞ്ചാരപാതയിൽ നമ്മൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായൊരു കാഴ്ചയും ഗലീലിയോ പകർത്തി. ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിലുള്ള കൊറോണിസ് ഫാമിലി എന്ന ചിഹ്നഗ്രഹ കൂട്ടത്തിൽ 243 ഐഡ എന്ന ഒരു ആസ്ട്രോയിഡിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹത്തെ കണ്ടെത്തി. ഇങ്ങനെയൊരു കാഴ്ച ആദ്യമായിട്ടായിരുന്നു അന്ന് കണ്ടത്. വ്യാഴത്തെ വലംബിക്കുക മാത്രമായിരുന്നില്ല ഗലീലിയോയുടെ ലക്ഷ്യം. ഗലീലിയോ പേടകത്തിനുള്ളിൽ വ്യാഴത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ഒരു പ്രോബും ഉണ്ടായിരുന്നു. വ്യാഴത്തിന്റെ സമീപത്തെത്തിയപ്പോൾ പ്രോബ് ഗ്രഹത്തിലേക്ക് ഇറങ്ങി 156 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നു. 57 മിനിറ്റ് സമയത്തോളമാണ് പ്രോബ് പ്രവർത്തിച്ചത്. അന്നേ വരെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ ഒരുപാട് വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്നും മേഘങ്ങൾക്ക് 50,000 കിലോമീറ്റർ മുകളിൽ ഒരു പുതിയ റേഡിയേഷൻ ബെൽറ്റ് ഉണ്ട് എന്നും കണ്ടെത്തി. ഗലീലിയോ പേടകം വ്യാഴത്തെ വലംബിച്ചുകൊണ്ട് ജൂപ്പിറ്ററിന്റെ മാഗ്നറ്റോസ്ഫിയറിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തി. കൂടാതെ ഗലീലിയൻ മൂൺസ് എന്നറിയപ്പെടുന്ന അയോ, ഗാനിമേഡ്, ഗാലിസ്റ്റോ, യൂറോപ്പ എന്നിവയെക്കുറിച്ച് പഠിക്കുകയും അവയുടെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെ അവസാനം 2003 സെപ്റ്റംബർ മാസം 21 തീയതി വ്യാഴത്തിനുള്ളിലേക്ക് പോയി ദൗത്യം അവസാനിപ്പിച്ചു. അമേരിക്കയുടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയായ ESAയും ഇറ്റലിയുടെ ASAയും ഒത്തൊരുമിച്ചുള്ള ഗവേഷണ പദ്ധതിയായിരുന്നു ക്യാസിനി ഹൈജൻ ബഹിരാകാശ ദൗത്യം. ശനിഗ്രഹത്തെക്കുറിച്ച് പഠിക്കുക, ശനിയുടെ വളയങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ പഠിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1997 ഒക്ടോബർ മാസം 15 തീയതി ടൈറ്റൻ 4B എന്ന റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ടു. റോക്കറ്റിനകത്ത് 2 പേടകങ്ങളാണുള്ളത്. ക്യാസിനി എന്നും ഹൈജൻ എന്നും പേരിട്ടിരിക്കുന്ന ഇരട്ട പേടകങ്ങൾ. നാസ നിർമ്മിച്ച ക്യാസിനി എന്ന പ്രോബും ശനിയുടെ വലിയ ഉപഗ്രഹമായ ടൈറ്റനിൽ ഇറക്കുന്നതിനു വേണ്ടി ESA നിർമ്മിച്ച ഹൈജൻ എന്ന ലാൻഡറും. ഈ 2 പേടകങ്ങളും കൂടെ ആകെ 5574 കിലോഗ്രാമോളമാണ് ഭാരം. ശനിഗ്രഹത്തെ ലക്ഷ്യമാക്കിയായിരുന്നു ഇരുവരുടെയും യാത്ര. ഭൂമിയിൽ നിന്നും പുറപ്പെട്ട ശേഷം ഇവർ നേരെ പോയത് ശുക്രന്റെ സമീപത്തേക്കായിരുന്നു. അവിടെ നിന്നും ഭൂമിയുടെ സമീപത്തേക്കും പറന്നു. ഈ സഞ്ചാരപാതയിൽ 2 തവണ ശുക്രന്റെ സമീപത്തും 1 തവണ ഭൂമിയുടെ സമീപത്തും എത്തി. അങ്ങനെ ശുക്രൻ്റെയും ഭൂമിയുടെയും ഗ്രാവിറ്റിയുടെ സഹായത്തോടെ ആസ്ട്രോയിഡ് ബെൽറ്റ് മറികടക്കുന്നതിനുള്ള വെലോസിറ്റി കരസ്ഥമാക്കി. ഒരു ഗ്രഹത്തിൻ്റെയോ ബഹിരാകാശ വസ്തുവിൻ്റെയോ ആപേക്ഷിക ചലനവും ഗുരുത്വാകർഷണ ബലവും ഉപയോഗിച്ച് ഒരു പേടകത്തിൻ്റെ പാതയെയും വേഗതയെയും മാറ്റം വരുത്തുന്നതിനെയാണ് ഗ്രാവിറ്റി അസിസ്റ്റ് അഥവാ ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട് എന്ന് വിളിക്കുന്നത്. ഈ സഞ്ചാരപാതയിൽ 2000 ജനുവരി 23 തീയതി കസീനി 2685 മസൂർക്കി എന്ന ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ സമീപത്തെത്തുകയും ആ ചിഹ്നഗ്രഹത്തിൻ്റെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. ഇതേ വർഷം തന്നെ ഡിസംബർ മാസം കസീനി സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ സമീപത്തെത്തുകയും അനേകം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. അവസാനം വിക്ഷേപിച്ച് 7 വർഷങ്ങൾക്ക് ശേഷം 2004 ജൂൺ മാസം 30 തീയതി കസീനി ശനിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് അടുത്ത 10 വർഷത്തിലും കൂടുതൽ കാലം കസീനി പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. നീണ്ട 7 വർഷക്കാലത്തെ ഒരുമിച്ചുള്ള യാത്രയ്ക്ക് ശേഷം
2004 ഡിസംബർ മാസം 25-ാം തീയതി ക്യാസിനിയിൽ നിന്നും വേർപെട്ട ഹൈജൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. അങ്ങനെ അവസാനം 2005 ജനുവരി മാസം 14-ാം തീയതി മീഥൈൻ പുഴകളും നദികളും വലിയ സമുദ്രങ്ങളും മലനിരകളും കുന്നിൻ ചെരുവുകളും എല്ലാം നിറഞ്ഞ സൗരയൂഥത്തിലെ വളരെ വിചിത്രമായ ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റൻ്റെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. ഏകദേശം 90 മിനിറ്റുകൾ വരെ ഈ പേടകം പ്രവർത്തിച്ചു. ഒരുപാട് വർഷക്കാലത്തോളം ശനിക്ക് ചുറ്റിലും സഞ്ചരിച്ച് ശനിയെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും ശനിയുടെ വളയങ്ങളെക്കുറിച്ചും എല്ലാം പഠിച്ച് അവയെല്ലാം നമുക്ക് പറഞ്ഞു തന്ന ശേഷം 2017 സെപ്റ്റംബർ മാസം 15-ാം തീയതി ക്യാസിനി സാറ്റേണിൻ്റെ ഭാഗമായി മാറി. ശനിയെക്കുറിച്ച് ഇന്ന് നമുക്കറിയാവുന്ന സകലതും പറഞ്ഞു തന്നത് ക്യാസിനിയാണ്. ബുധനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ബുധനെ ഭ്രമണം ചെയ്യുന്നതിനു വേണ്ടി മറ്റൊരു പേടകത്തെ അയക്കുവാൻ നാസ തീരുമാനിച്ചു. മെർക്കുറി സർഫസ്, സ്പേസ്, എൻവയോൺമെന്റ്, ജിയോ കെമിസ്ട്രി ആൻഡ് റേഞ്ചിങ് എന്ന മെസ്സഞ്ചർ. ബുധന്റെ ഭ്രമണപഥത്തിൽ നിന്നുകൊണ്ട് ബുധനിലെ സവിശേഷതകളും പരിസ്ഥിതിയും എല്ലാം പഠിക്കുന്നതിനു വേണ്ടിയാണ് മെസ്സഞ്ചറിനെ രൂപകൽപ്പന ചെയ്തത്. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിലാണ് മെസ്സഞ്ചർ ബഹിരാകാശ പേടകം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. ബുധനെ നിരീക്ഷിക്കുന്നതിനും വളരെ വിശദമായി തന്നെ പഠനങ്ങൾ നടത്തുന്നതിനുമായി ഈ മെസ്സഞ്ചർ പേടകത്തിന്റെ ഉള്ളിൽ ധാരാളം ശാസ്ത്രീയ ഉപകരണങ്ങളുണ്ട്. അവയോരോന്നും എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. മെർക്കുറി ഡ്യുവൽ ഇമേജിംഗ് സിസ്റ്റം, ഗാമ റേ സ്പെക്ട്രോമീറ്റർ, ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ, എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മാഗ്നെറ്റോമീറ്റർ, മെർക്കുറി ലേസർ അൾട്ടിമേറ്റ്, മെർക്കുറി അറ്റ്മോസ്ഫിയറിക് ആൻഡ് സർഫസ് കോമ്പിനേഷൻ സ്പെക്ട്രോമീറ്റർ, എനർജറ്റിക് പാർട്ടിക്കിൾസ് ആൻഡ് പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ, റേഡിയോ സയൻസ്. 2004 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഫ്ലോറിഡയിലെ കേപ്പ് കനവറൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഡെൽറ്റ 2 7925 വിക്ഷേപണ വാഹനത്തിൽ മെസ്സഞ്ചർ പേടകം വിക്ഷേപിച്ചു. ഭൂമിയെ 1 പ്രാവശ്യവും ശുക്രനെ 2 പ്രാവശ്യവും ബുധനെ 3 പ്രാവശ്യവും സമീപിച്ച ശേഷമാണ് മെസ്സഞ്ചർ ബുധന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിക്ഷേപിച്ച് 1 വർഷത്തിനു ശേഷം 2005 ഓഗസ്റ്റ് മാസം 2-ാം തീയതി മധ്യ കൊളംബിയയിൽ നിന്നും 2347 കിലോമീറ്റർ ഉയരത്തിലൂടെ മെസ്സഞ്ചർ പറന്നുപോയി. പിന്നീട് നേരെ ശുക്രന്റെ സമീപത്തേക്കാണ് പോയത്. 2006 ഒക്ടോബർ മാസം 24-ാം തീയതി ശുക്രന്റെ പുറകിലൂടെ 2992 കിലോമീറ്റർ ഉയരത്തിൽ പറന്നുപോയി. 2007 ജൂൺ മാസം 5-ാം തീയതി പേടകത്തിന്റെ വേഗത കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ശുക്രനിൽ നിന്നും വെറും 338 കിലോമീറ്റർ മാത്രം ഉയരത്തിലൂടെയും പറന്നു. ഈ സമയത്ത് പേടകത്തിലെ ഉപകരണങ്ങളെല്ലാം ശുക്രനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പോയി. 2008 ജൂൺ മാസം 14-ാം തീയതി മെസ്സഞ്ചർ ബുധന്റെ ഉപരിതലത്തിൽ നിന്നും വെറും 200 കിലോമീറ്ററുകൾ മാത്രം ഉയരത്തിലൂടെ പറന്നുപോയി. തുടർന്ന് 2008 ഒക്ടോബർ മാസം 6-ാം തീയതി രണ്ടാമതും ബുധന്റെ സമീപത്തൂടെ പറന്നുപോയി. 2009 സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണ് അവസാനമായി ബുധന്റെ സമീപത്തൂടെ പറന്നത്. ഈ സമയങ്ങളിലെല്ലാം ബുധന്റെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നു. ബുധനെ ഭ്രമണം ചെയ്തുകൊണ്ട് പഠനങ്ങൾ നടത്തുക എന്നതായിരുന്നു മെസ്സഞ്ചറിന്റെ ദൗത്യം. വിക്ഷേപിച്ച ശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞ് 2011 മാർച്ച് മാസം 18-ാം തീയതി മെസ്സഞ്ചർ ബുധന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ബുധനെ ഭ്രമണം ചെയ്യുന്ന ആദ്യത്തെ ബഹിരാകാശ പേടകമായി മാറി മെസ്സഞ്ചർ. മെസ്സഞ്ചർ നമ്മൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായ ധാരാളം കാഴ്ചകളും അത്ഭുതകരമായ അനേകം കണ്ടെത്തലുകളും നടത്തി. ബുധനെ ഭ്രമണം ചെയ്തുകൊണ്ട് അനേകം കാര്യങ്ങൾ മനസ്സിലാക്കി അവയെല്ലാം നമുക്ക് പറഞ്ഞു തന്ന ശേഷം ഇന്ധനം തീർന്ന് 2015 ഏപ്രിൽ മാസം 30-ാം തീയതി അമിത വേഗതയിൽ ബുധന്റെ ഉപരിതലത്തിൽ വന്ന് വീണ് മെസ്സഞ്ചർ തകർന്നുപോയി. ഭൂമിയിൽ നിന്നും ദൃശ്യമാകാത്ത പ്രദേശത്താണ് ഇത് സംഭവിച്ചത്. പേടകം പിന്നീട് ഉയർന്നു വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം നാസ മെസ്സഞ്ചർ ദൗത്യം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. സൗരയൂഥത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ നടത്തുന്ന ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളുടെ പരമ്പരയായ ന്യൂ ഫ്രഡിയേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി വിക്ഷേപിച്ച ഒരു ഇന്റർ പ്ലാനറ്ററി ബഹിരാകാശ പേടകമാണ് ന്യൂ ഹൊറൈസൺസ്. പ്ലൂട്ടോ ഗ്രഹത്തെയും അതിന്റെ ഉപഗ്രഹങ്ങളെയും പറ്റി വ്യക്തമായി പഠനങ്ങൾ നടത്തുക, കൈപ്പർ ബെൽറ്റിനുള്ളിലുള്ള മറ്റു പല വസ്തുക്കളെയും കുറിച്ച് പഠിക്കുക എന്നിവയെല്ലാമായിരുന്നു ഈ പേടകത്തിന്റെ ലക്ഷ്യം. ന്യൂ ഹൊറൈസൺസിലുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട 7 ശാസ്ത്രീയ ഉപകരണങ്ങളാണ്. ആ 7 ഉപകരണങ്ങളും ഏതെല്ലാമാണ് എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും വിസിബിൾ വേവ് ലെങ്തിൽ ഉയർന്ന റെസല്യൂഷനോട് കൂടിയ
ലോങ് റേഞ്ച് റെക്കഗ്നൈസസ് ഇമേജർ എന്ന ലോറി, സോളാർ വിൻഡ് എറൗണ്ട് പ്ലൂട്ടോ എന്ന സ്വാപ്പ്, പ്ലൂട്ടോ എനർജറ്റിക്കൽ പാർട്ടിക്കിൾസ് സ്പെക്ട്രോമീറ്റർ സയൻസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന പെപ്സി. അടുത്തത് ന്യൂ ഹൊറൈസൺസിന്റെ പ്ലൂട്ടോ എക്സ്പ്ലോറേഷൻ റിമോട്ട് സെൻസിറ്റീവ് ഇൻവെസ്റ്റിഗേഷനിൽ ഉൾപ്പെടുന്ന ഫോട്ടോഗ്രാഫിക് ഉപകരണങ്ങളായ ആലീസും റാൽഫ് ടെലസ്കോപ്പുമാണ്. കൊളറാഡോ ബോൾഡർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വെനീഷ്യ ബെർണി സ്റ്റുഡന്റ് ഡെക്ട് കൗണ്ടർ. ഇവയെ കൂടാതെ റേഡിയോ സയൻസ് എക്സ്പെരിമെന്റ് റെക്സ്. 2006 ജനുവരി മാസം 19 ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ന്യൂ ഹൊറൈസൺ പേടകവുമായി അറ്റ്ലസ് കുതിച്ചുയർന്നു. അന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റായിരുന്നു അറ്റ്ലസ് 5. ഭൂമിയിൽ നിന്നും പുറത്തു കടന്ന ശേഷം ഏപ്രിൽ മാസം 7 ബഹിരാകാശ പേടകം ചൊവ്വയുടെ ഭ്രമണപഥം മറികടന്നു. ഏകദേശം 76,000 km/h വേഗതയിലാണ് സൂര്യനിൽ നിന്നും 243 ദശലക്ഷം കിലോമീറ്റർ അകലത്തിലൂടെ സൗരയൂഥത്തിലൂടെ ഈ പേടകം മുന്നോട്ട് പായുന്നത്. ജൂൺ മാസം 13 ന്യൂ ഹൊറൈസൺ 2.5 കിലോമീറ്ററോളം വ്യാസമുള്ള 132524 APL എന്ന ചിഹ്നഗ്രഹത്തിന്റെ തൊട്ട് സമീപത്തുകൂടെ കടന്നുപോയി. 2006 സെപ്റ്റംബർ മാസം 4 291 ദശലക്ഷം കിലോമീറ്ററുകൾക്ക് അകലത്തിൽ വെച്ച് ന്യൂ ഹൊറൈസൺ ആദ്യമായി വ്യാഴത്തെ നേരിട്ട് കണ്ടു. വ്യാഴത്തിന്റെയും ഉപഗ്രഹങ്ങളുടെയും ധാരാളം ചിത്രങ്ങൾ പകർത്തുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്തു. വ്യാഴത്തെ കടന്ന് പേടകം നേരെ പ്ലൂട്ടോയുടെ സമീപത്തേക്ക് കുതിച്ചു. പ്ലൂട്ടോയിലേക്കുള്ള യാത്രയിൽ ഭൂരിഭാഗവും ഹൈബർനേഷൻ മോഡിലാണ് പേടകം സഞ്ചരിച്ചത്. ന്യൂ ഹൊറൈസൺ പ്ലൂട്ടോയെ ആദ്യമായി കണ്ടത് 2006 സെപ്റ്റംബർ മാസം 21 ഏകദേശം 4.2 ബില്യൺ കിലോമീറ്ററുകൾക്ക് അകലെ വെച്ച് പേടകത്തിലെ ലോറിയുടെ നിരീക്ഷണങ്ങൾക്കിടയിലാണ് പ്ലൂട്ടോയുടെ ആദ്യ ചിത്രങ്ങൾ എടുക്കുവാൻ സാധിച്ചത്. പ്ലൂട്ടോയിലേക്കുള്ള ഈ യാത്രയിൽ 2008 ജൂൺ മാസം 8 ശനിയുടെ ഭ്രമണപഥവും 2011 മാർച്ച് മാസം 18 യുറാനസിനെയും മറികടന്നു. അങ്ങനെ വിക്ഷേപണം കഴിഞ്ഞ് നീണ്ട 9.5 വർഷക്കാലത്തെ യാത്രയ്ക്കൊടുവിൽ 2015 ജൂലൈ മാസം 14 പ്ലൂട്ടോയുടെ സമീപത്തെത്തിച്ചേർന്നു. പ്ലൂട്ടോയിൽ നിന്നും വെറും 12,500 കിലോമീറ്റർ മാത്രം അകലത്തിൽ. മനം മയക്കുന്ന പ്ലൂട്ടോയുടെ അതിമനോഹരമായ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ആദ്യമായി കണ്ടത് അപ്പോഴാണ്. മാസങ്ങളോളം സമയമെടുത്താണ് പേടകത്തിൽ നിന്നും ഒരു പൂർണ്ണമായ ചിത്രം ഭൂമിയിൽ ലഭിക്കുന്നത്. പ്ലൂട്ടോയെക്കുറിച്ച് പഠനം നടത്തുക എന്ന തന്റെ പ്രഥമ ദൗത്യത്തിന് ശേഷം ന്യൂ ഹൊറൈസൺ കൈപ്പർ ബെൽറ്റിലെ മറ്റ് ബഹിരാകാശ വസ്തുക്കൾക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനിൽ നിന്നും ഏകദേശം 60 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് ഇപ്പോൾ ന്യൂ ഹൊറൈസൺ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗലീലിയോയ്ക്ക് ശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞ് 2011 ഓഗസ്റ്റ് മാസം 5 ജൂണോ എന്ന പേടകവുമായി അറ്റ്ലസ് 5 റോക്കറ്റ് കുതിച്ചുയർന്നു. വ്യാഴം രൂപം കൊണ്ടത് എങ്ങനെയായിരുന്നു, വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലം, ഗുരുത്വാകർഷണ ബലം, അന്തരീക്ഷത്തിന്റെ ഘടന എന്നിവയെപ്പറ്റിയെല്ലാം പഠിക്കുക എന്നതായിരുന്നു ജൂണോയുടെ ലക്ഷ്യം. ഭൂമിയിൽ നിന്നും പുറത്തു വന്ന ജൂണോ ഗലീലിയ യാത്ര ചെയ്തതുപോലെ തന്നെ ഭ്രമണപഥം ഓരോ ഘട്ടത്തിലും വികസിപ്പിച്ചുകൊണ്ടായിരുന്നു യാത്ര ചെയ്തത്. ഈ യാത്രയിൽ സൂര്യനെ ഒരു തവണ വലം വയ്ക്കുകയും 2013 ഭൂമിയുടെ സമീപത്തുകൂടെ കടന്നു പോവുകയും ചെയ്തു. സമീപത്തുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും വെറും 559 കിലോമീറ്റർ മാത്രം ദൂരത്തിലൂടെ. അവിടെ വെച്ച് ഭൂമിയുടെ മനോഹരമായ ഏതാനും ചിത്രങ്ങൾ എടുത്ത ശേഷം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട് രീതിയിൽ പേടകത്തിന്റെ വേഗത 3.9 km/s വർദ്ധിപ്പിച്ച് വ്യാഴത്തിലേക്ക് കുതിച്ചു പാഞ്ഞു. ഈ യാത്രയിൽ ജൂണോയുടെ പാതയ്ക്ക് നാസ ചെറിയ വ്യതിയാനങ്ങൾ വരുത്തിയിരുന്നു. അങ്ങനെ അവസാനം 2016 ജൂപ്പിറ്ററിൽ നിന്നും 50 ലക്ഷം കിലോമീറ്റർ അകലത്തിലെത്തി. അവിടെ വെച്ച് ജൂണോ ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളായ അയോ, ഗാലിസ്റ്റോ, യൂറോപ്പ, ഗ്യാനിമേഡ് എന്ന 4 ഗലീലിയൻ മൂൺസിന്റെയും ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നു. അന്ന് ജൂണോ അയച്ചു തന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവയിൽ ഗ്യാനിമേഡാണ് സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹം. അങ്ങനെ നീണ്ട 5 വർഷക്കാലത്തെ യാത്രയ്ക്കൊടുവിൽ 2010 ജൂണോ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ജൂലൈ മാസം 16 വ്യാഴത്തിന്റെ പോളാർ ഓർബിറ്റിൽ പ്രവേശിച്ചു. മുൻഗാമിയായിരുന്ന ഗലീലിയോയ്ക്ക് തകരാറ് സംഭവിക്കാനുള്ള പ്രധാന കാരണം വ്യാഴത്തിന്റെ റേഡിയേഷൻ ബെൽറ്റിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ്.
അതുകൊണ്ട് പേടകത്തിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കെല്ലാം തകരാറ് സംഭവിച്ചു. എന്നാൽ ഈ ഭ്രമണപഥത്തിൽ നിന്നും മാറി റേഡിയേഷൻ സാധ്യത തീരെ കുറവുള്ള പോളാർ ഓർബിറ്റിലൂടെയാണ് ജൂണോ സഞ്ചരിക്കുന്നത്. ഏകദേശം 53.5 ദിവസത്തോളം സമയമെടുത്താണ് ജൂണോ ഒരു തവണ വ്യാഴത്തെ വലം വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂണോ വ്യാഴത്തെ വലം വയ്ക്കുന്ന ഭ്രമണപഥമാണ്. ഏകദേശം 53 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ജൂണോ വ്യാഴത്തിന്റെ സമീപത്തെത്തുന്നത്. വ്യാഴത്തെ പഠിക്കുന്നതിനു വേണ്ടി ധാരാളം ഉപകരണങ്ങൾ ജൂണോയ്ക്കുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൈക്രോവേവ് റേഡിയോമീറ്റർ. മൈക്രോവേവ് റേഞ്ചിലുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് വ്യാഴത്തിന്റെ കട്ടി കൂടിയ മേഘങ്ങളെ തുരന്ന് ഉള്ളിലേക്ക് കടന്നു ചെന്ന് അന്തരീക്ഷത്തിലുള്ള ജലത്തിന്റെയും അമോണിയയുടെയും സാന്നിധ്യം കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്തത് ജോവിയൻ ഇൻഫ്രാറെഡ് ഒറോറൽ മാപ്പിംഗ് എന്ന ഉപകരണമാണ്. ജൂപ്പിറ്ററിലെ ഒറോറകളെ കുറിച്ച് പഠിക്കുക, മീഥെയിൻ, വാട്ടർ വേപ്പർ, അമോണിയ, ഫോസ്ഫൈൻ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നതെല്ലാമായിരുന്നു ഈ ഉപകരണത്തിന്റെ ലക്ഷ്യം. വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിനും ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലുള്ള ചലനത്തെക്കുറിച്ച് പഠിക്കുന്നതിനുമായി മാഗ്നെറ്റോമീറ്റർ, വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചും മാസിനെക്കുറിച്ചും പഠിക്കുന്നതിനു വേണ്ടി ഗ്രാവിറ്റി സയൻസ് എന്ന ഉപകരണം. ഇവയെ കൂടാതെ ജൂണോ ക്യാമറ, അൾട്രാ വയലറ്റ് സ്പെക്ട്രോഗ്രാം എന്നീ ഉപകരണങ്ങളെല്ലാം ഈ ജൂണോയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ജൂപ്പിറ്ററിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ജൂണോ 2017 വ്യാഴത്തിൽ നിന്നും വെറും 90,000 കിലോമീറ്റർ മാത്രം അകലത്തിലൂടെ പറന്നുപോയി. ദ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന ചുഴലിക്കാറ്റിന്റെ ധാരാളം ചിത്രങ്ങൾ പകർത്തി. കൂടാതെ അന്നേ വരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ജൂപ്പിറ്ററിന്റെ ധ്രുവങ്ങളുടെ അതിമനോഹരമായ ചിത്രങ്ങളും നമുക്ക് അയച്ചു തന്നു. ഗലീലിയോ ഗലീലിയുടെ ഛായാചിത്രവും അദ്ദേഹം തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഗലീലിയൻ മൂൺസിനെ കുറിച്ചുള്ള ഫലകവും ജൂണോ വ്യാഴത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നീണ്ട 5 വർഷക്കാലത്തെ യാത്രയ്ക്കൊടുവിൽ ജൂപ്പിറ്ററിന്റെ സമീപത്തെത്തി 8 വർഷക്കാലത്തോളമായി വ്യാഴത്തിന് ചുറ്റിലും പറന്നു നടന്ന ജൂണോ ജൂപ്പിറ്ററിനെ കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ഈ ജൂണോയാണ്. സൂര്യന്റെ ഉള്ളിൽ പ്രവേശിച്ച് സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേടകമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി സൂര്യന്റെ അന്തരീക്ഷത്തിനുള്ളിൽ കടന്ന പേടകം. സൂര്യന്റെ പ്രതലത്തെക്കാളും 100 മടങ്ങിലും കൂടുതൽ ചൂട് കൂടുതലുള്ള സൂര്യന്റെ ഏറ്റവും പുറത്തെ അന്തരീക്ഷമായ കൊറോണയ്ക്കുള്ളിൽ കടന്ന പേടകം പാർക്കർ സോളാർ പ്രോബ്. സൂര്യന്റെ കൊറോണയെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി നാസ 2018 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഡെൽറ്റ എന്ന റോക്കറ്റിൽ വിക്ഷേപിച്ച പേടകമാണ് പാർക്കർ സോളാർ പ്രോബ്. ഈ പേടകത്തിന് സൂര്യനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണുള്ളത്. സൂര്യന്റെ അന്തരീക്ഷത്തിലെ വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുടെ അളവും രൂപവും പിടിച്ചെടുക്കുന്നതിനും തരംഗങ്ങൾ, ആഘാതങ്ങൾ, കാന്തിക പുനഃസംയോജനം എന്നിവയുമായി ബന്ധപ്പെട്ട ഫീൽഡുകൾ മനസ്സിലാക്കുന്നതിനും അവയെപ്പറ്റി പഠനങ്ങൾ നടത്തുന്നതിനുമെല്ലാമായി ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ. വൈവിധ്യമാർന്ന ഊർജ്ജകണങ്ങളെ അളക്കുന്നതിനും ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, അയോണുകൾ എന്നിവയുടെ ജീവിതചക്രങ്ങൾ, ഇവയെല്ലാം എവിടെ നിന്ന് വന്നു, എങ്ങനെ ത്വരിതപ്പെടുന്നു, എങ്ങനെ സൂര്യനിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകുന്നു, ഇവയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ISOIS അഥവാ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സൺ എന്ന ഉപകരണവും കൊറോണയുടെയും ഇന്റർ ഹീലിയോസ്ഫിയറിൻ്റെയും ചിത്രങ്ങൾ വ്യക്തമായി പകർത്തുന്നതിനാവശ്യമായ ഒപ്റ്റിക്കൽ ടെലസ്കോപ്പുകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ഹീലിയം അയോണുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനും അവയുടെ വേഗത, സാന്ദ്രത, താപനില എന്നിവയെല്ലാം അളക്കുന്നതിനുമായി SWEAP അഥവാ സോളാർ വിൻഡ് ഇലക്ട്രോൺസ്, ആൽഫ ആൻഡ് പ്രോട്ടോൺസ് എന്ന ഉപകരണവും. സൂര്യൻ്റെ അന്തരീക്ഷത്തിനുള്ളിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ഈ പേടകത്തിൻ്റെ പുറത്ത് അനുഭവപ്പെടാൻ പോകുന്നത് ഇരുമ്പുരുകുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ ചൂടാണ്. ഇത്രത്തോളം വലിയ താപനിലയെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള കാർബൺ കോമ്പോസിറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വലിയ ഷീൽഡാണ് പേടകത്തിൻ്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. പേടകത്തിൻ്റെ മുൻപിൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ ഷീൽഡ് സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2009 പ്രഖ്യാപിക്കപ്പെട്ട ഈ പദ്ധതി 9 വർഷങ്ങൾക്ക് ശേഷം 2018 പൂർത്തിയായത്. 7 വർഷക്കാലത്തെ ദൗത്യത്തിനായി ഓഗസ്റ്റ് മാസം 12-ാം തീയതി വിക്ഷേപിച്ചു. ഒരു ചെറിയ കാറിൻ്റെ അത്ര വലിപ്പമുള്ള പാർക്കർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും സൂര്യൻ്റെ സമീപത്തേക്ക് പറന്നുയർന്നു. വളരെ വേഗതയിലാണ് ബഹിരാകാശത്തുകൂടെ ഇത് സൂര്യന് സമീപത്തേക്ക് പറന്നു പോകുന്നത്. ഈ സഞ്ചാരത്തിൽ വീനസിൻ്റെ സമീപത്തെത്തിക്കഴിഞ്ഞ്
ശുക്രന്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വേഗത കുറച്ചാണ് സൂര്യന്റെ സമീപത്തേക്ക് നീങ്ങിയത്. ഇത് സൂര്യനെ വലം വെച്ച് തിരികെ വീനസിന്റെ അടുത്തെത്തി വീണ്ടും സൂര്യന്റെ സമീപത്തേക്ക് പോകും. ഈ ഒരു പാതയിലാണ് പാർക്കർ സോളാർ പ്രോബിന്റെ സഞ്ചാരം. ഓരോ തവണ വലം വെച്ച് കഴിയുന്തോറും സൂര്യന്റെ തൊട്ട് സമീപത്തേക്ക് വരുന്നതിന് വേണ്ടി ഭ്രമണപഥം ചുരുക്കി കൊണ്ടുവരും. ആദ്യം സൂര്യനെ വലം വെച്ച് തീർത്തിരുന്നത് 174 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ദൈർഘ്യം കുറച്ച് അത് 100 ദിവസങ്ങളായി മാറി. ഇന്നേ വരെ മനുഷ്യൻ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത കൂടിയ പേടകമാണിത്. 2021 ഏപ്രിൽ മാസം 21-ാം തീയതി സൂര്യനിൽ നിന്നും 1 കോടി കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് ഈ പേടകം പറന്നുപോയത്. അന്ന് സഞ്ചരിച്ചത് മണിക്കൂറിൽ 5 ലക്ഷം കിലോമീറ്റർ എന്ന വലിയ വേഗതയിലാണ്. സൂര്യൻ്റെ മധ്യഭാഗത്തു നിന്നും വെറും 69 ലക്ഷം കിലോമീറ്റർ മാത്രം ദൂരത്തിലൂടെ പറന്നു പോകും. മണിക്കൂറിൽ 6.9 ലക്ഷം കിലോമീറ്റർ ആയിരിക്കും അപ്പോഴത്തെ വേഗത. ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, ട്രാൻസിഷൻ റീജിയൻ, കൊറോണ എന്നീ 4 ലെയറുകൾ ഉള്ള സൂര്യൻ്റെ അന്തരീക്ഷത്തിന് 80 ലക്ഷം കിലോമീറ്ററോളം വലിപ്പമുണ്ട്. അതായത് പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പേടകമാണ്. സ്വയം നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും ഈ പേടകത്തിന് സാധിക്കും. അങ്ങനെ സൂര്യൻ്റെ കൊറോണ, സോളാർ വിൻഡ്, മാഗ്നറ്റിക് ഫീൽഡ് എന്നിവയെപ്പറ്റി നിരന്തരം പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഈ പേടകത്തിന് ഒരിക്കലും സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത മൂലം സൂര്യൻ്റെ ചിത്രങ്ങൾ പകർത്തുവാൻ സാധിക്കുകയേയില്ല. എന്നാൽ കൊറോണയിൽ നിന്നും പുറത്തു വരുന്ന പദാർത്ഥങ്ങളെ നിരീക്ഷിക്കുവാൻ സാധിക്കും. പാർക്കർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൂര്യനിൽ നിന്നും സോളാർ വിൻഡ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് പാർക്കർ പേടകത്തിലൂടെയാണ്. നാസയുടെ മാർസ് 2020 എന്ന ദൗത്യത്തിന്റെ ഭാഗമായി ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി നിർമ്മിച്ച പേടകമാണ് പെർസി എന്ന ഓമനപ്പേര് നൽകിയിരിക്കുന്ന പെർസീവറൻസ് റോവർ. പെർസീവറൻസ് റോവർ ക്യൂരിയോസിറ്റിക്ക് സമാനമായ ഒരു കാറിന്റെ അത്രത്തോളം വലിപ്പത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനമായ 4 ലക്ഷ്യങ്ങളാണുള്ളത്. ചൊവ്വയെ വാസയോഗ്യമാക്കുവാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് അന്വേഷിക്കുക, ഇതിനായി സൂക്ഷ്മജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന മുൻകാല അന്തരീക്ഷ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, വാസയോഗ്യമായ ചുറ്റുപാടിൽ പ്രത്യേകിച്ച് കാലക്രമേണ അടയാളങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുന്ന പ്രത്യേകതരം പാറകളിൽ സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക, പാറ, മണ്ണ് എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് അത് ചൊവ്വയുടെ ഉപരിതലത്തിൽ തന്നെ സൂക്ഷിക്കുക. അവസാനമായി ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ച് മനുഷ്യവാസത്തിന് യോഗ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക. ഈ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി ധാരാളം ശാസ്ത്രീയ ഉപകരണങ്ങളും ക്യാമറകളും പെർസീവറൻസിൽ ഉണ്ടായിരുന്നു. പ്ലാനറ്ററി ഇൻസ്ട്രുമെന്റ് ഫോർ എക്സ്റേ ലിത്തോകെമിസ്ട്രി എന്ന പിക്സൽ, ഉപരിതലത്തെ പരിശോധിക്കുന്നതിന് വേണ്ടി റഡാർ ഇമേജർ ഫോർ മാർസ് സബ്സ്പേസ് എക്സ്പെരിമെന്റ് എന്ന റിംഫാക്സ്, മാർസ് എൻവയോൺമെന്റൽ ഡൈനാമിക് അനലൈസർ, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൽ നിന്നും ചെറിയ അളവിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മാർസ് ഓക്സിജൻ ഇസ്രോ എക്സ്പെരിമെന്റ് എന്ന പരീക്ഷണോപകരണം, ഇമേജിംഗ്, കെമിക്കൽ കോമ്പോസിഷൻ, പാറകളെക്കുറിച്ചുള്ള പഠനം എന്നിവയ്ക്ക് വേണ്ടിയുള്ള സൂപ്പർ ക്യാം, സൂം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റീരിയോസ്കോപ്പിക് ഇമേജിംഗ് സംവിധാനം, സ്കാനിംഗ് ഹാബിറ്റബിൾ എൻവയോൺമെന്റ് വിത്ത് ലെമൻ ആൻഡ് ലൂമിനിസൻസ് ഫോർ ഓർഗാനിക് ആൻഡ് കെമിക്കൽസ് എന്ന ഷെർലോക്ക്, ശബ്ദങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള മൈക്രോഫോൺസ്, 23ഓളം ക്യാമറകൾ. ഇവയ്ക്കെല്ലാം പുറമെ ഇൻജെന്യൂറ്റി എന്ന 1.8 കിലോഗ്രാമോളം ഭാരമുള്ള സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ചൊവ്വ ഹെലികോപ്റ്റർ. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ SLC-41 നിന്നും യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് അറ്റ്ലസ് V541 ലോഞ്ചിംഗ് വെഹിക്കിളിൽ 2020 ജൂലൈ മാസം 30-ാം തീയതി 11:50 പെർസീവറൻസ് റോവർ വിജയകരമായി പറന്നുയർന്നു. ഭൂമിയിൽ നിന്നും ചൊവ്വയെ ലക്ഷ്യമാക്കി പറന്ന പെർസീവറൻസിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്ററോളം ആയിരുന്നു. ചൊവ്വയിൽ റോവറിനെ ഇറക്കാൻ തീരുമാനിച്ചിരുന്നത് ജസീറ എന്ന ഗർത്തത്തിലാണ്. കൃത്യമായി അതേ പ്രദേശത്ത് തന്നെ ഇറങ്ങുന്നതിന് വേണ്ടി യാത്രയിൽ ഏകദേശം 7 തവണയോളം റോവറിന്റെ സഞ്ചാരപാത നാസ മാറ്റം വരുത്തിക്കൊണ്ടേയിരുന്നു. ഇതിനോടൊപ്പം പേടകത്തിലെ ഉപകരണങ്ങളുടെയും പേടകത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തി. അങ്ങനെ നീണ്ട 29 ആഴ്ചക്കാലത്തെ യാത്രയ്ക്കൊടുവിൽ പേടകം ചൊവ്വയുടെ സമീപത്തെത്തി. പേടകത്തിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ക്രമീകരിക്കുക, പേടകത്തിന്റെ ആന്റിനകൾ ഭൂമിക്ക് നേരെ തിരിച്ചു വയ്ക്കുക,
എന്നീ പ്രവർത്തികളെല്ലാം ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ നാസ ചെയ്തു തീർത്തു. ഇതുവരെയുള്ള യാത്രയിൽ ഉടനീളം പേടകത്തിന് ഊർജം നൽകിയിരുന്നത് പേടകത്തിൽ ഘടിപ്പിച്ചിരുന്ന സോളാർ പാനലുകളിൽ നിന്നുമായിരുന്നു. ഇനി ആ സഹായം ഉണ്ടായിരിക്കുകയില്ല. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഈ സോളാർ പാനലുകളെല്ലാം വേർപെട്ടു പോയി. ഭൂമിയിൽ നിന്നും നിയന്ത്രിച്ചിരുന്ന ഈ പേടകത്തിന്റെ യാത്ര ഇനി തനിച്ചാണ്. അതായത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് മുതൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പ്രദേശത്ത് സുരക്ഷിതമായി ഇറങ്ങുന്നതുവരെയുള്ള സകല പ്രവൃത്തികളും പേടകം സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. ടെറൈൻ റിലേറ്റീവ് നാവിഗേഷൻ എന്ന സംവിധാനം ഉപയോഗിച്ച് ചെരിഞ്ഞതും അപകടകരവുമായ പ്രദേശങ്ങളെല്ലാം ഒഴിവാക്കി സുരക്ഷിതമായി ലാൻഡ് ചെയ്യേണ്ട പ്രദേശം പേടകത്തിന് സ്വയം കണ്ടെത്താൻ സാധിക്കും. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പേടകം പ്രവേശിച്ച ശേഷം ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യുന്നത് വരെയുള്ള 7 മിനിറ്റുകളെ 7 മിനിറ്റ്സ് ഓഫ് ടെറർ അഥവാ 7 ഭീകര മിനിറ്റുകൾ എന്നാണ് നാസ വിശേഷിപ്പിച്ചത്. ഏകദേശം 20,000 km/h വേഗതയിലാണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിലേക്ക് പേടകം പ്രവേശിച്ചത്. ചൊവ്വയുടെ നേർത്ത അന്തരീക്ഷത്തിന്റെ ഘർഷണം മൂലം പേടകത്തിന് അപകടം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഹീറ്റ് ഷീൽഡിന്റെ ഉള്ളിലാണ് പേടകമുള്ളത്. താഴേക്ക് കൃത്യമായി ഇറങ്ങുന്നതിനാവശ്യമായ ആംഗിളുകൾ ക്രമീകരിച്ച ശേഷം ത്രസ്റ്ററുകൾ സ്വയം ജ്വലിപ്പിക്കുകയും അതിനോടൊപ്പം മാസ് കുറയ്ക്കുന്നതിനു വേണ്ടി ഹീറ്റ് ഷീൽഡ് ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ സമയത്തോടെ പേടകത്തിന്റെ വേഗത പകുതിയിൽ കൂടുതൽ കുറഞ്ഞു. 1000 km/h താഴെയായി. ഇതുവരെ താഴേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പാരാച്യൂട്ടുകൾ പേടകത്തിൽ നിന്നും വിച്ഛേദിക്കുന്നതിനുള്ള സമയമായി. മുൻ ദൗത്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പ്രദേശത്ത് കൃത്യമായി ഇറങ്ങുന്നതിനു വേണ്ടി റേജ് ട്രിഗർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പാരാച്യൂട്ട് വിച്ഛേദിച്ചത്. പേടകത്തിലുള്ള ഉപകരണങ്ങൾ ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും AI-യുടെ സഹായത്തോടെ ഇറങ്ങേണ്ട സ്ഥലം തീരുമാനിച്ച ശേഷമാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. പാരാച്യൂട്ട് അടങ്ങുന്ന ഭാഗം പേടകത്തിൽ നിന്നും വേർപെട്ട ശേഷം സ്കൈ ക്രെയിൻ ലാൻഡിംഗ് സിസ്റ്റത്തിന്റെ റോക്കറ്റുകൾ ജ്വലിപ്പിച്ച് വേഗത കുറച്ച് പേടകം വളരെ സാവകാശം താഴേക്കിറങ്ങി. വേഗത കുറഞ്ഞ് മണിക്കൂറിൽ 3 കിലോമീറ്റർ മാത്രം വേഗതയിലെത്തി. അങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് സ്കൈ ക്രെയിനിലെ 20 അടിയോളം നീളമുള്ള വലിയ 3 കേബിളുകളിൽ തൂങ്ങിക്കിടന്ന് പതിയെ റോവർ തന്റെ ചക്രങ്ങൾ ലാൻഡിങ്ങിനായി തയ്യാറാക്കി. അങ്ങനെ അവസാനം പെർസീവറൻസ് റോവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ സ്പർശിച്ചു. റോവർ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ സ്കൈ ക്രെയിൻ ലാൻഡർ പേടകത്തിൽ നിന്നും വേർപെട്ട് പറന്നുപോയി ദൂരെ ഒരു ഭാഗത്ത് വീണു. പേടകം ചൊവ്വയിൽ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ തന്റെ കൺമുൻപിൽ കണ്ട ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നിരുന്നു. എന്നാൽ ഈ ചിത്രങ്ങളെല്ലാം ചൊവ്വയിൽ നിന്നും നമ്മുടെ സമീപത്തെത്തിയത് ഏകദേശം 11 മിനിറ്റുകൾക്ക് ശേഷമാണ്. ലാൻഡ് ചെയ്ത നിമിഷം മുതൽ ഇന്ന് വരെ ചൊവ്വയുടെ ധാരാളം ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ ചൊവ്വയിൽ പോയി നിന്ന് കാണുന്ന അതേ ഫീലാണ് ഉണ്ടാകുന്നത്. അത്രയ്ക്ക് മനോഹരമാണ് അവയെല്ലാം. മറ്റു ദൗത്യങ്ങളിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തമായി പെർസീവറൻസ് റോവറിന്റെ കൂടെ ഒരു കുഞ്ഞൻ ഹെലികോപ്റ്റർ ഉണ്ട്. ഇൻജിന്യൂറ്റി എന്ന ഈ ഹെലികോപ്റ്റർ പെർസീവറൻസ് സഞ്ചരിക്കേണ്ട വഴിയെല്ലാം മുൻകൂട്ടി കണ്ടു മനസ്സിലാക്കും. അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിക്കാനും സാധിക്കും. ഇതിനുവേണ്ടി തുടർച്ചയായ 2 മാസക്കാലത്തോളം ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും 10 മീറ്റർ ഉയരത്തിൽ ഹെലികോപ്റ്റർ പറന്നു നടന്ന് വഴികളെല്ലാം മനസ്സിലാക്കി. അങ്ങനെ ഇൻജിന്യൂറ്റിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നവംബർ മാസം പെർസീവറൻസ് തന്റെ യാത്ര ആരംഭിച്ചു. പാറകൾക്കിടയിലൂടെയുള്ള പെർസീവറൻസ് റോവറിന്റെ യാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ പ്രദേശത്ത് അല്പം വലിപ്പം കൂടിയ ബൺസൺ പീക്ക് എന്ന പാറയുണ്ട്. ആ പാറയുടെ സമീപത്തേക്ക് പോവുക എന്നതാണ് റോവറിന്റെ ലക്ഷ്യം. അതിന്റെ സമീപത്തെത്തിക്കഴിഞ്ഞപ്പോൾ ആ പാറയിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്തു. അതിനുള്ളിലേക്ക് ഡ്രില്ല് ചെയ്ത ശേഷമാണ് പാറയിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്തത്. ഇത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് രൂപം കൊണ്ട ഇഗ്നിയസ് റോക്ക് ആയിരുന്നു. അങ്ങനെ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷം പെർസീവറൻസ് റോവർ ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നാളിതുവരെ ചൊവ്വയുടെ ഉപരിതലത്തിൽ റോവർ 30 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. കൂടാതെ പാറകളും മണ്ണുമെല്ലാമായി 24ഓളം സാമ്പിളുകളും ശേഖരിച്ചു. 1969 മുതൽ ഒരു ബഹിരാകാശ ദൂരദർശൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ തുടങ്ങി. എന്നാൽ മനുഷ്യന്റെ ചന്ദ്രയാത്രയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നതിനാലും ഫണ്ട് സ്വരൂപിക്കാൻ സാധിക്കാതെ വന്നതിനാലും അന്ന് ആ ഉദ്യമം നടന്നില്ല. എന്നാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ തന്നെ ഈ ടെലസ്കോപ്പിന്റെ നിർമ്മാണം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ലാർജ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പേര് നൽകാൻ തീരുമാനിച്ചിരുന്ന ഈ ടെലസ്കോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ 2.4 മീറ്റർ വ്യാസമുള്ള പ്രധാന മിററിന്റെ മിനുക്കുപണികൾ 1981 ആയപ്പോഴേക്കും തന്നെ പൂർത്തിയായി. അന്നേ വരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ദൂരദർശനികളിൽ
ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ റിപ്പയർ ചെയ്യുവാൻ കഴിയുന്ന വിധത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ടെലസ്കോപ്പ് ആയിരുന്നു ഇത്. അങ്ങനെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ പോലും 1979 തന്നെ ആരംഭിച്ചിരുന്നു. ലാർജ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പേരിടാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും ടെലസ്കോപ്പിന് 1983 ലോകപ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന എഡ്വിൻ ഹബിളിന്റെ പേര് നൽകി. അങ്ങനെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പായി മാറി. ദൂരദർശിനിയും മറ്റുപകരണങ്ങളും എല്ലാം ഉറപ്പിക്കേണ്ട ബഹിരാകാശ പേടകത്തിന്റെ നിർമ്മാണമായിരുന്നു സാങ്കേതികപരമായി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ബഹിരാകാശ പേടകത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി. 1986 ഒക്ടോബർ മാസം ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ 1986 ജനുവരി മാസം 28-ാം തീയതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ദുരന്തം സംഭവിച്ചു. 7 ബഹിരാകാശ സഞ്ചാരികളുമായി പറന്നുയർന്ന ചലഞ്ചർ വെറും 73 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും പൊട്ടി തകർന്നുപോയി. ഇതേ തുടർന്ന് അടുത്ത 32 മാസക്കാലത്തോളം നാസയുടെ സകല ദൗത്യങ്ങളും മാറ്റിവെച്ചു. ദൂരദർശിനിയുടെ ഭാഗങ്ങളെല്ലാം പ്രത്യേകം മുറികളിൽ വിക്ഷേപണ തീയതി തീരുമാനിക്കുന്നതുവരെ സൂക്ഷിക്കപ്പെട്ടു. പിന്നീട് പ്രധാന കണ്ണാടിയിൽ അടിഞ്ഞുകൂടിയ പൊടി മുഴുവനും നൈട്രജൻ ജെറ്റുകൾ ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത്. എല്ലാ ഭാഗവും പരിശോധിച്ച് പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം 1990 ഏപ്രിൽ മാസം 24-ാം തീയതി ഡിസ്കവറി സ്പേസ് ഷട്ടിലിൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കുതിച്ചുയർന്നു. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ മാസം 25-ാം തീയതി സ്പേസ് ഷട്ടിലിലെ റിമോട്ട് മാനിപ്പുലേറ്റർ സിസ്റ്റം ആം ഉപയോഗിച്ച് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിനെ നിശ്ചയിച്ചിരുന്ന ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു. മെയ് മാസം 20-ാം തീയതി ഹബിളിൽ നിന്നും പകർത്തിയ ആദ്യത്തെ ചിത്രം നമുക്ക് ലഭിച്ചു. HD 96755 എന്ന നക്ഷത്രത്തിന്റെ ചിത്രമായിരുന്നു അത്. ഈ ഒരു നക്ഷത്രത്തിന്റെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ ചിത്രവും ലാസ് ക്യാമ്പിനസ് ഒബ്സർവേറ്ററിയിൽ നിന്നും പകർത്തിയ ചിത്രവുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഭൂമിയിൽ നിന്നും പകർത്തിയ ഏറ്റവും മിഴിവാർന്ന ചിത്രത്തിന്റെ 50 മടങ്ങ് ക്ലാരിറ്റി കൂടിയ ചിത്രമാണ് ഹബിൾ പകർത്തിയത്. ഭൂമിയിലെ ടെലസ്കോപ്പും സ്പേസ് ടെലസ്കോപ്പുകളും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഈ പേടകം വിക്ഷേപിച്ചു കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഹബിളിൽ നിന്നും ലഭിക്കുന്ന ചിത്രങ്ങളിൽ ചില പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി. ചിത്രങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് പ്രൈമറി മിറർ തെറ്റായ രീതിയിൽ നിർമ്മിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നാണ്. കണ്ണാടിയുടെ ആകൃതിയിൽ വെറും 2.3 മൈക്രോമീറ്റർ മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഭീകരമായ പ്രശ്നങ്ങളാണ് അവ സൃഷ്ടിച്ചത്. അതായത് കണ്ണാടിയുടെ വശങ്ങളിലൂടെ കടന്നുവരുന്ന പ്രകാശം പതിക്കുന്ന ഭാഗത്തല്ല, മധ്യഭാഗത്തുകൂടെ കടന്നുവരുന്ന പ്രകാശം പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെലസ്കോപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചിത്രങ്ങൾ അവ്യക്തങ്ങളായിരുന്നു. ഇതിനെ സ്പെരിക്കൽ അബ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിനായി കറക്റ്റീവ് ഒപ്റ്റിക് സ്പേസ് ടെലസ്കോപ്പ് ആക്സിയൽ റീപ്ലേസ്മെന്റ് എന്ന ഉപകരണം നിർമ്മിച്ച് അത് ബഹിരാകാശത്തെത്തിച്ച് ടെലസ്കോപ്പിൽ കണക്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. ഇതിനായി 1993 ഡിസംബർ മാസം സ്പേസ് ഷട്ടിൽ എൻഡവറൻസ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന്റെ സമീപത്തേക്ക് കുതിച്ചു പാഞ്ഞു. ആ പേടകത്തിൽ ഹബിളിന്റെ സമീപത്തേക്ക് പറന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് പ്രധാനമായ 2 ദൗത്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ഒരു ഉപകരണം കൃത്യമായി ടെലസ്കോപ്പിൽ ഘടിപ്പിച്ച് ടെലസ്കോപ്പിന്റെ തകരാറുകളെല്ലാം പരിഹരിക്കുക. രണ്ടാമതായി ടെലസ്കോപ്പിന് അൾട്രാ വയലറ്റ് രശ്മികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള വൈറ്റ് ഫീൽഡ് പ്ലാനറ്ററി ക്യാമറ 2 എന്ന ഉപകരണവും ടെലസ്കോപ്പിൽ ഘടിപ്പിക്കുക. അവർ വിജയകരമായി ഈ 2 ദൗത്യങ്ങളും പൂർത്തീകരിച്ചു. ഈ ഒരു അറ്റകുറ്റപ്പണി അടക്കം നാളിതുവരെ 5 തവണ ബഹിരാകാശത്ത് വെച്ച് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. മിററിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഹബിളിലൂടെ ലോകം കണ്ടത് അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ ഏറ്റവും മനോഹരവും നമ്മെ വിസ്മയപ്പെടുത്തുന്നതുമായ ചിത്രമാണ് ഭൂമിയിൽ നിന്നും ഏകദേശം 340 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഗാലക്സി കൂട്ടത്തിന്റെ ചിത്രം. ഒരുപാട് ഗാലക്സികൾ ഒത്തൊരുമിച്ച് കിടക്കുന്ന ഏബിൾ 2813 എന്ന ഗാലക്സി ക്ലസ്റ്റർ. ഭൂമിയിൽ നിന്നും ഏകദേശം 13 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആകാശഗംഗയേക്കാൾ വലിപ്പം ഒരുപാട് കുറഞ്ഞ മറ്റൊരു ഗാലക്സിയാണിത്, സെന്റൗറസ് എ. നമ്മുടെ ആകാശത്ത് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും തിളക്കം കൂടിയ ഗാലക്സികളിൽ ഒന്നാണിത്. അടുത്തത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു നെബുലയാണ്. ഭൂമിയിൽ നിന്നും 1344 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഓറിയോൺ നെബുല. ഏകദേശം 24 പ്രകാശവർഷത്തോളം വ്യാസമുള്ള ഈ നെബുലയിൽ അനേകം നക്ഷത്രങ്ങളാണ് പിറവിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെല്ലാർ നേഴ്സറി എന്നാണ് ഈ നെബുല അറിയപ്പെടുന്നത്.
അടുത്തത് ഭൂമിയിൽ നിന്നും ഏകദേശം 19,570 പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സൂര്യന്റെ 70 മടങ്ങിലും കൂടുതൽ മാസുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നക്ഷത്രമാണ് AG കരീന സ്റ്റാർ. അതായത് വികസിച്ച് പുറംപാളിയിലുള്ള പദാർത്ഥങ്ങളെല്ലാം പുറത്തേക്ക് തെറിച്ച് നക്ഷത്രത്തിന് ചുറ്റിലും മനോഹരമായ നെബുലയായി മാറിയിട്ടുണ്ട്. 5 പ്രകാശവർഷത്തോളം വലിപ്പമുള്ള ഈ നെബുലയുടെ ഹബിൾ പകർത്തിയ അതിമനോഹരമായ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അടുത്തത് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായൊരു കാഴ്ചയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 1300 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഹെർബിക് ഹീറോ ഒബ്ജക്റ്റ് HH24. പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുമ്പോൾ പുറത്തേക്ക് തള്ളപ്പെടുന്ന അയണൈസ്ഡ് ഗ്യാസ് ജെറ്റുകൾ അമിത വേഗതയിൽ തൊട്ടടുത്തുള്ള നെബുലകളുമായി കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപമാണിത്. അടുത്തത് എലിപ്റ്റിക്കലും സ്പൈറലും ആകൃതിയല്ലാത്ത ലെൻഡിക്കുലർ എന്ന വിചിത്ര ആകൃതിയുള്ള ഒരു ഗാലക്സിയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 4 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന NGC 1947 എന്ന ഗാലക്സി. മറ്റ് ഗാലക്സികളെ അപേക്ഷിച്ച് ലെൻഡിക്കുലർ ഗാലക്സികളിൽ പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നതിന് ആവശ്യമായ പദാർത്ഥങ്ങൾ തീരെ കുറവായിരിക്കും. അടുത്തത് നാളിതുവരെ നമ്മൾ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിപ്പം കുറഞ്ഞ നെബുലകളിൽ ഒന്നാണ്. ഭൂമിയിൽ നിന്നും 3000 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന 90,000 കോടി കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ പ്ലാനറ്ററി നെബുലയായ NGC 7027. ഈ നെബുല രൂപപ്പെട്ടിട്ട് വെറും 600 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 4 ലക്ഷത്തോളം നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന വലിയ ഗ്ലോബുലാർ ക്ലസ്റ്ററാണ്. ഇത് ഭൂമിയിൽ നിന്നും 7800 പ്രകാശവർഷങ്ങൾക്ക് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. NGC 6397. ഭൂമിയിൽ നിന്നും 25,000 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ മധ്യഭാഗമാണിത്. മധ്യഭാഗത്തുള്ള സജിറ്റേറിയസ് A സ്റ്റാർ ബ്ലാക്ക് ഹോളിന് സമീപത്തായി വ്യത്യസ്ത തരത്തിൽപ്പെട്ട ധാരാളം നക്ഷത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തെ മിൽക്കി വേ ബൾജ് എന്നാണ് വിളിക്കുന്നത്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളുടെ ഫലമായി നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ പ്രായവും വികാസവും കണക്കാക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുതന്നെയായിരുന്നു ഈ ദൂരദർശിനിയുടെ പ്രഥമ ലക്ഷ്യവും. പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ നിരക്കിനെ വിളിക്കുന്നത് ഹബിൾ കോൺസ്റ്റന്റ് എന്നാണ്. ഈ കോൺസ്റ്റന്റ് കണക്കാക്കിയിരുന്നതിൽ ഏകദേശം 50% എററുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളുടെ ഫലമായി 50% ഉണ്ടായിരുന്ന എറർ 10% കുറഞ്ഞു. സെഫീഡ് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം കൃത്യമായി അളന്നാണ് ടെലസ്കോപ്പ് പഠനങ്ങൾ നടത്തിയത്. ഒരു പ്രത്യേക കാലയളവിൽ തെളിച്ചം കൂടിയും കുറഞ്ഞും വരുന്ന നക്ഷത്രങ്ങളാണ് ഈ സെഫീഡ് നക്ഷത്രങ്ങൾ. ഗാലക്സികൾ തമ്മിലുള്ള അകലം നിർണ്ണയിക്കുന്നത് ഈ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ്. പ്രപഞ്ചത്തിന്റെ പ്രായം കണക്കാക്കാൻ സഹായിച്ചതിനോടൊപ്പം തന്നെ പ്രപഞ്ച വികാസത്തെപ്പറ്റിയും ഹബിൾ ധാരാളം പഠനങ്ങൾ നടത്തി. തിയറികൾ പറയുന്നതനുസരിച്ച് പ്രപഞ്ച വികാസത്തിന്റെ വേഗത ഗുരുത്വാകർഷണ ബലം മൂലം കുറഞ്ഞു വരേണ്ടതാണ്. എന്നാൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് പ്രപഞ്ചം ഈ ഗ്രാവിറ്റിയെയും മറികടന്ന് നിരന്തരം വികസിക്കുകയാണ്. ആ വികാസത്തിന്റെ വേഗതയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാവിറ്റിയെ മറികടന്ന് പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്ന ഈ ഊർജം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടേയില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ ഊർജത്തെ ഡാർക്ക് എനർജി എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വിചിത്ര കാഴ്ചയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 13.24 ബില്യൺ പ്രകാശവർഷങ്ങൾക്കകലെ, അതായത് 1324 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഗാലക്സിയാണ്. അതായത് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം രൂപം കൊണ്ട ശേഷം ആദ്യം പിറവിയെടുത്ത നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സി. പ്രപഞ്ചത്തിന്റെ വിദൂരതകളിൽ മാത്രമല്ല, നമ്മുടെ ഈ സൗരയൂഥത്തിനുള്ളിലും ഹബിൾ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജൂപ്പിറ്ററിൽ ഷുമാർക്കർ ലേവി 9 എന്ന വാൽനക്ഷത്രം ഇടിച്ച അത്യപൂർവമായ ആ സംഭവത്തെ ഹബിൾ പഠന വിധേയമാക്കി. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ വ്യാഴത്തിന്റെ ചിത്രം വോയേജർ പകർത്തിയ ചിത്രങ്ങളെക്കാളും വ്യക്തമായിരുന്നു. കൂടാതെ സൗരയൂഥത്തിന്റെ അതിരിലുള്ള പ്ലൂട്ടോ, ഈറിസ് എന്നീ കുള്ളൻ ഗ്രഹങ്ങളെക്കുറിച്ചും ഹബിൾ പഠനങ്ങൾ നടത്തി. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ടെക്സ്, നിക്സ്, ഹൈഡ്ര എന്നീ ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഹബിൾ ധാരാളം പഠനങ്ങൾ നടത്തി.
വ്യാഴത്തിൻ്റെയും സൗരയൂഥത്തിലെയും ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമേഡിലെ ഔറോറകളെ നിരീക്ഷിച്ചുകൊണ്ട് ഉപരിതലത്തിൻ്റെ താഴെ വലിയ സമുദ്രമുണ്ടെന്ന് കണ്ടെത്തി. ഇതുപോലെ നമുക്കൊരിക്കലും കാണുവാൻ സാധിച്ചിട്ടില്ലാത്ത വിചിത്രവും അത്ഭുതകരവുമായ ധാരാളം കണ്ടെത്തലുകൾ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ഹബിൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഹബിൾ ടെലസ്കോപ്പിന് ദൃശ്യപ്രകാശവും അൾട്രാവയലറ്റ് കിരണങ്ങളും നിയർ ഇൻഫ്രാറെഡ് പ്രകാശവും മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഹബിളിൻ്റെ കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. അങ്ങനെ ഇതിനേക്കാളും ക്ലാരിറ്റിയോടെ കാണുവാനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഉത്ഭവിച്ച ആ കാലഘട്ടത്തെ പോലും വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയുന്ന മികച്ച ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. 1996 തന്നെ പുതിയ ടെലസ്കോപ്പിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ജനറേഷൻ സ്പേസ് ടെലസ്കോപ്പ് എന്ന് പേര് നൽകുവാൻ തീരുമാനിച്ച ആ ടെലസ്കോപ്പ് നിർമ്മിക്കാൻ പോകുന്നത് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയായ ESAയും കനേഡിയൻ സ്പേസ് ഏജൻസിയായ CSAയും ചേർന്നാണ്. ടെലസ്കോപ്പിൻ്റെ നിർമ്മാണ വേളയിൽ ആദ്യം നൽകാൻ തീരുമാനിച്ചിരുന്ന പേരിന് പകരം നാസയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് എഡ്വിൻ വെബിൻ്റെ പേര് നൽകുവാൻ തീരുമാനിച്ചു. അങ്ങനെ പുതിയ ടെലസ്കോപ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പായി മാറി. 2007 വിക്ഷേപിക്കുവാൻ പ്ലാൻ ചെയ്തായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് 3000 കോടി രൂപയാണ് നിർണയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഈ പ്രോജക്റ്റ് അവസാനിച്ചപ്പോഴേക്കും ആകെ ചിലവ് 80,000 കോടി രൂപയോളമായി. നക്ഷത്രങ്ങളെ ഫോക്കസ് ചെയ്യുന്നതിന് ആവശ്യമായ ഫൈൻ ഗ്യാരൻറ്റീഡ് സെൻസർ, നിയർ ഇൻഫ്രാറെഡ് ഇമേജർ, സ്പെക്ട്രോഗ്രാഫ്, മിഡ് ഇൻഫ്രാറെഡ് ഇമേജർ, സെൻസർ എന്നിവയാണ് ഈ ടെലസ്കോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. ഈ ടെലസ്കോപ്പിന് പ്രധാനമായും 2 കണ്ണാടികളുണ്ട്. ടെലസ്കോപ്പിൻ്റെ പ്രധാന കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് 8 ഷഡ്ഭുജാകാര ദർപ്പണങ്ങൾ ചേർത്ത് വെച്ചാണ്. ഇതിൻ്റെ ആകെ വ്യാസം 21 അടിയോളമാണ്, അതായത് 6.5 മീറ്റർ. സ്വർണം പൂശിയ ബെറിലിയം കണ്ണാടികളാണ് ഈ 18 എണ്ണവും. ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ മെച്ചപ്പെട്ട പ്രതിഫലനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണാടികളിൽ സ്വർണം പൂശിയിരിക്കുന്നത്. രണ്ടാമത്തെ കണ്ണാടിക്ക് 0.74 മീറ്റർ വ്യാസമാണുള്ളത്. ഈ കണ്ണാടികൾ ഉപയോഗിച്ച് ടെലസ്കോപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇൻഫ്രാറെഡ് പ്രകാശങ്ങൾ വന്നു പതിക്കുന്നത് വലിയ കണ്ണാടിയിലാണ്. അവിടെ നിന്നും അവ പ്രതിഫലിച്ച് നേരെ രണ്ടാമത്തെ കണ്ണാടിയിൽ പതിക്കും. രണ്ടാമത്തെ കണ്ണാടിയിൽ നിന്നും ഈ പ്രകാശകിരണങ്ങൾ നേരെ ചെല്ലുന്നത് മധ്യഭാഗത്തെ സെൻസറുകളിലേക്കാണ്. സെൻസറുകളിൽ പതിക്കുന്ന കിരണങ്ങളെ അതിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രോസസ്സറുകളുടെ സഹായത്തോടെ വ്യക്തമായ ചിത്രങ്ങളാക്കി മാറ്റുകയും JWST ഈ ചിത്രങ്ങളെയെല്ലാം നാസയിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ടെലസ്കോപ്പിൻ്റെ ആകെ വലിപ്പം ഒരു വലിയ ടെന്നീസ് കോർട്ടിൻ്റെ അത്രത്തോളം നീളവും 3 നില കെട്ടിടത്തിൻ്റെ അത്രത്തോളം ഉയരവുമാണ്. 6350 കിലോഗ്രാമോളമാണ് ഇതിൻ്റെ ഭാരം. 1996 നിർമ്മാണം തുടങ്ങി നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം 2021 ഡിസംബർ മാസം 25-ാം തീയതി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ 5 എന്ന ലോഞ്ചിങ് വെഹിക്കിളിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വെറും 547 കിലോമീറ്റർ മാത്രം മുകളിലാണ്. എന്നാൽ JWST ലഗ്രാഞ്ചെ പോയിന്റ് 2 അഥവാ L2 എന്നറിയപ്പെടുന്ന ഒരു ബിന്ദുവിന് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ പരിക്രമണ പാതയ്ക്കും പുറത്ത് ഭൂമിയിൽ നിന്നും ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥാനം. 2 വലിയ ബഹിരാകാശ വസ്തുക്കളുടെ ഗുരുത്വാകർഷണ ബലങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന മേഖലകളെയാണ് ലഗ്രാഞ്ചെ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഭൂമിക്കും സൂര്യനും ഇടയിൽ 5 ലഗ്രാഞ്ചെ പോയിന്റുകളാണുള്ളത്. അവയിൽ രണ്ടാമത്തെ ലഗ്രാഞ്ചെ പോയിന്റിലാണ് JWST ഭൂമിയോടൊപ്പം സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ അതിശയകരമായ നിരവധി കണ്ടെത്തലുകൾ നടത്തി. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് കണ്ട ഏതാനും അത്ഭുത കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് JWSTയുടെ ആദ്യത്തെ ഡീപ്പ് ഫീൽഡ് ഇമേജാണ്. ധാരാളം ഗാലക്സികൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സ്മാക് 0723 എന്ന ഗാലക്സി ക്ലസ്റ്ററിൻ്റെ ചിത്രമാണിത്. നമ്മുടെ സൂര്യനും ഭൂമിയും സൗരയൂഥവും എല്ലാം രൂപം കൊണ്ടിട്ട് ഏകദേശം 460 കോടി വർഷങ്ങളായി എന്ന് നമുക്കറിയാം. അത്രത്തോളം, അതായത് 460 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള ഗാലക്സികളുടെ കൂട്ടത്തെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 460 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഗാലക്സികളുടെ എല്ലാം അവസ്ഥ. നമ്മളെ എല്ലാവരെയും ജെയിംസ് വെബ് ടെലസ്കോപ്പ് സൗരയൂഥം രൂപം കൊണ്ട ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹബിൾ ടെലസ്കോപ്പും ആഴ്ചകളോളം സമയമെടുത്ത് ഇതേ ചിത്രം തന്നെ പകർത്തിയിരുന്നു. എന്നാൽ വെറും 12.5 മണിക്കൂറുകൾ കൊണ്ട് മാത്രം JWST പകർത്തിയ ഈ ചിത്രമാണ് ഏറ്റവും മികച്ചത്. ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ ക്ലസ്റ്ററിന് ചുറ്റിലുമുള്ള ചില ഗാലക്സികൾ വലിഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഇത് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ് മൂലം സംഭവിക്കുന്നതാണ്. അതായത് ഒരുപാട് കട്ടി കൂടിയ ഗാലക്സികൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ ഗാലക്സി ക്ലസ്റ്ററിന് ഒരുപാട് മാസ് കൂടുതലായിരിക്കും. ഇത്രത്തോളം മാസ് കൂടുതലുള്ള ഭാഗങ്ങൾക്ക് ചുറ്റിലുമുള്ള പ്രദേശം അഥവാ ബഹിരാകാശം ആ മാസിനനുസരിച്ച് വളയും. അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിനും ഇതേ വളവ് അനുഭവപ്പെടും. ഇത് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന ഒരു എഫക്റ്റ് മൂലം സംഭവിക്കുന്നതാണ്. ഈ വലിയ ഗാലക്റ്റിക് ക്ലസ്റ്ററിൻ്റെ ചിത്രത്തിൽ നമ്മെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ ചെറിയ ചുവന്ന നിറത്തിലുള്ള ഗാലക്സി. ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പ്രകാശവർഷങ്ങൾക്കപ്പുറത്താണ്. ഏകദേശം 1310 കോടി പ്രകാശവർഷങ്ങൾക്കകലെ. അതായത് ഈ ഗാലക്സി പ്രപഞ്ചം രൂപം കൊണ്ട ശേഷം വെറും 60 കോടി വർഷങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ രൂപം കൊണ്ട ഗാലക്സിയാണ്. അടുത്തത് അനേകം പ്രകാശവർഷങ്ങളോളം വിസ്തൃതിയിൽ നീണ്ടുകിടക്കുന്ന ഭീമാകാരമായൊരു ബഹിരാകാശ ഘടനയാണ്. നമ്മുടെ ഗാലക്സിയിലുള്ള വലിയ നക്ഷത്ര നഴ്സറികളിൽ ഒന്ന് കരീന നെബുല. 8500 പ്രകാശവർഷം അകലെയാണ് ഈ വലിയ നെബുല സ്ഥിതി ചെയ്യുന്നത്. 9 ലക്ഷം സൂര്യന്മാരെക്കാൾ കൂടുതൽ മാസുണ്ട് ഈ നെബുലയിൽ. വാതകങ്ങളും പൊടിപടലങ്ങളും ഭീമാകാരമായ മേഘങ്ങളും മാത്രമല്ല, 10,000 നക്ഷത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ വലിയ നെബുലയിൽ. 460 പ്രകാശവർഷത്തോളമാണ് ഇതിൻ്റെ വ്യാസം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹബിൾ ടെലസ്കോപ്പും JWSTയും പകർത്തിയ ഇതേ നെബുലയുടെ ചിത്രമാണ്. JWSTയുടെ ചിത്രത്തിനാണ് കൂടുതൽ ക്ലാരിറ്റി. ഈ ഒറ്റ ചിത്രത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 7 പ്രകാശവർഷത്തോളം ഉയരമുള്ള ഈ ഘടനയുടെ പേരാണ് കോസ്മിക് ക്ലിഫ്. ഇത്തരം ഘടനകൾക്കുള്ളിൽ നിന്നുമാണ് പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത്. ആ നക്ഷത്രങ്ങൾ ജനിക്കുന്നതും ഈ ചിത്രത്തിലൂടെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത അനേകം നക്ഷത്രങ്ങളെ ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളെ മാത്രമല്ല, അനേകം നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം സ്റ്റെല്ലാർ നഴ്സറിയും ഈ നെബുലയുടെ ചിത്രത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അനേകം പ്രകാശവർഷങ്ങളുടെ വിസ്തൃതിയിൽ നീണ്ടുകിടക്കുന്ന വലിയ ഘടനകൾ മാത്രമല്ല, ബഹിരാകാശത്തിൻ്റെ ആഴങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒറ്റപ്പെട്ട ധാരാളം വസ്തുക്കളും JWST കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തത് വളരെ കുറഞ്ഞ സാന്ദ്രതയുള്ള തിളങ്ങുന്ന എക്സോപ്ലാനറ്റായ വാസ്പ് 96bയുടെ സ്പെക്ട്രൽ വിശകലനമാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 1140 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വാതക ഭീമൻ എക്സോപ്ലാനറ്റാണിത്. ഇതിന് വ്യാഴത്തിൻ്റെ പകുതി പിണ്ഡവും വ്യാഴത്തേക്കാൾ 20% കൂടുതൽ വ്യാസവുമുണ്ട്. ഈ ഗ്രഹം വലം വയ്ക്കുന്നത് നമ്മുടെ സൂര്യനെ പോലെ തന്നെയുള്ള വാസ്പ് 96 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വലിയ നക്ഷത്രത്തെയാണ്. ഇത് നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ട് സമീപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രത്തിൽ നിന്നും 0.045 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മാത്രം അകലത്തിൽ. അതായത് സൂര്യനിൽ നിന്നും ബുധൻ സ്ഥിതി ചെയ്യുന്ന ദൂരത്തിൻ്റെ 1/9 മാത്രം അകലം. ഇത്രത്തോളം സമീപത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഗ്രഹത്തിൻ്റെ പുറംപാളിയുടെ താപനില എന്നത് ഒരുപാട് കൂടുതലാണ്. ഏകദേശം 1285 കെൽവിൻ. നക്ഷത്രത്തിൽ നിന്നും വരുന്ന സൗരക്കാറ്റ് മൂലം ഇതിൻ്റെ അന്തരീക്ഷത്തിന് വലിയ രീതിയിൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ജൂലൈ മാസം ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്നും ലഭിച്ച പ്രാരംഭ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചതിൽ ഒന്നാണ് വാസ്പ് 96bയുടെ സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞും മേഘങ്ങളും ഉണ്ട് എന്നതിൻ്റെ തെളിവുകളും ലഭിച്ചു. ജലബാഷ്പം, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെയെല്ലാം വ്യക്തമായ സ്വാധീനം കണ്ടുപിടിക്കുകയും ചെയ്തു. അടുത്തത് നമ്മിൽ നിന്നും വെറും 69 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന 3 ബ്രൗൺ കുള്ളന്മാർ മാത്രമടങ്ങുന്ന അസാധാരണമായ ഒരു സംവിധാനമാണ്. ഇവയിൽ ഏറ്റവും വലിപ്പമുള്ള 2 വസ്തുക്കൾ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. 2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ് ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. ഇവയുടെ ആകെ പിണ്ഡം
നമ്മുടെ വ്യാഴത്തിൻ്റെ 100 മടങ്ങിലും കൂടുതലാണ്. താപനില നോക്കുകയാണെങ്കിൽ 2300 ഡിഗ്രി സെൽഷ്യസിലും മുകളിലാണ്. ഈ ട്രിപ്പിൾ ബ്രൗൺ ഡ്വാർഫ് സിസ്റ്റത്തിലെ മൂന്നാമത്തെ അംഗം കേന്ദ്രത്തിൽ നിന്നും 100 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന വലിയ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴവുമായി താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിണ്ഡം വ്യാഴത്തിൻ്റെ 20 മടങ്ങിലും കൂടുതലാണ്. മാസ് മാത്രമല്ല, വലിപ്പവും വ്യാഴത്തിൻ്റെ 20% കൂടുതലാണ്. പുറംപാളിയുടെ താപനില ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ വരും. ഈ തവിട്ട് കുള്ളന്മാരുടെ പുറംപാളികളിൽ ജലവും മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡും പോലുള്ള സാധാരണ ഘടകങ്ങൾ മാത്രമല്ല ഉള്ളത്. വിവിധ സിലിക്കൺ സംയുക്തങ്ങളുടെ സൂക്ഷ്മ കണികകളും അവയിൽ അടങ്ങിയിട്ടുണ്ട്. അവയിൽ വളരെ ലളിതമായ ക്വാർട്സ് മുതൽ ഒരുപാട് സങ്കീർണമായ പല പദാർത്ഥങ്ങളുമുണ്ട്. ഇവയെല്ലാം വലിയ മേഘങ്ങളുടെ രൂപത്തിൽ ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലാണ് കാണപ്പെടുന്നത്. വിദൂര ചിത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ സൗരയൂഥത്തിലെ ചില ഗ്രഹങ്ങളുടെ അതിമനോഹരമായ ചിത്രങ്ങളും JWST പകർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെയാണ്. ഒരുപാട് കട്ടി കുറഞ്ഞ നെപ്റ്റ്യൂണിൻ്റെ വളയങ്ങളെയും നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങളെയും അടക്കം നമുക്ക് ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് തന്നെ കാണുവാൻ സാധിക്കും. അടുത്തത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വാതക ഭീമൻ ജൂപ്പിറ്റർ എന്ന വ്യാഴമാണ്. ജൂപ്പിറ്ററിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ മനോഹരമായ ചിത്രമുള്ളത്. ഒരുപാട് കട്ടി കുറഞ്ഞ വളയങ്ങളും കൊടുങ്കാറ്റുകളും ദ ഗ്രേറ്റ് റെഡ് സ്പോട്ടും ഒറോറകളും എല്ലാം. ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് JWST പകർത്തിയ ചിത്രം. ഇവ മാത്രമല്ല, ഇനിയും ധാരാളം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ JWST പകർത്തി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അളവറ്റ വിശാലതയുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല. പക്ഷേ നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും നമ്മേക്കാളും വലിപ്പമുണ്ട്. കാരണം ഒരു ചെറിയ ഗ്രഹത്തിൽ നിന്നും നാം നിർമ്മിച്ച മെഷീനുകൾ ഇന്ന് ഗാലക്സിയുടെ അതിരുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. വോയേജർ 1 ഇന്നും തൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അന്വേഷണം ഒരിക്കലും അവസാനിക്കില്ല എന്ന സത്യമാണ്. ഇന്നത്തെ ഈ നേട്ടങ്ങളെല്ലാം ഒരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ ഇതിലും വലിയ കണ്ടെത്തലുകളും യാത്രകളും നമ്മെ കാത്തിരിക്കുന്നു. കാരണം മനുഷ്യൻ എന്നതിൻ്റെ അർത്ഥം തന്നെ അന്വേഷിക്കലാണ്. അതിനാൽ ഈ യാത്ര ഒരിക്കലും അവസാനിക്കില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.